السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. സഹോദരന്മാരെ, സഹോദരികളെ, ക്ലാസിന്റെ ഇമ്പം ഏകദേശം തീരാറായിട്ടുണ്ട്. വിശക്കണ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിലെ ഇമ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ വീട്ടില്, കുടുംബത്തില് നമുക്ക് മനസ്സിന്, കരളിന് കുളിർമ നൽകുന്നത് പ്രായം കൂടിയ ആളുകളാണോ, കുട്ടികളാണോ, അല്ല ഇടയ്ക്കുള്ള യുവാവ് യുവതി ഒക്കെയാണോ? എല്ലാവരും ഇമ്പം നൽകുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഇമ്പം നൽകുന്ന വിഭാഗം മക്കളായിരിക്കും, കുട്ടികളായിരിക്കും. എന്റെ വിലയിരുത്തലാണ്. ഈ മക്കളെ സംബന്ധിച്ച് ഖുർആന്റെ പരാമർശം അത് അലങ്കാരമാണ്. മക്കൾ അലങ്കാരമാണ്, സീനത്താണ്. അൽ മാലു വൽ ബനൂന സീനത്തിൽ ഹയാത്തി ദുനിയ. ജീവിതത്തിന്റെ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കൾ. ചിലരെങ്കിലും വെറുക്കുന്നതും ഈ വിഭാഗത്തെയാണ്. അത് വളരെ ചെറിയ വിഭാഗം മാത്രമായിരിക്കും മക്കളെ വെറുക്കുന്നവർ. അധിക ആളുകളും മക്കളെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. ഖുർആൻ പറഞ്ഞ അലങ്കാരം, കണ്ണിന് നമുക്ക് ഇമ്പം നൽകുന്ന, അലങ്കാരം നൽകുന്ന പല വസ്തുക്കളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ വീട് അലങ്കൃതമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ അലങ്കൃതമാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. വീട് അലങ്കാരമാകാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല വീടുമ്മൽ അധികം പണം ചെലവഴിക്കുന്നത്. അതിന്റെ അലങ്കാരത്തിന് വേണ്ടിയാണ്, മോടി കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതിന്റെ മതിലുകളും അതിന്റെ ചുമരുകളും ഒക്കെ ഒരുപാട് അതുമാതിരി വെച്ചു പിടിപ്പിക്കുന്നത് അലങ്കാരത്തിന് വേണ്ടി ഒരുപാട് ചെലവിട്ടിട്ടാണ്. മനോഹരമായ മതിലും ഗേറ്റും, വീട്ടുമുറ്റത്തേക്ക് കയറിയാൽ കാണുന്ന ഒരുപാട് അലങ്കാരങ്ങളുണ്ട്. ഇവിടുത്തെ പൂന്തോപ്പും കൃത്രിമമായി ഉണ്ടാക്കിയ ചിലപ്പോൾ കുളങ്ങളും തടാകങ്ങളും പ്രതിമകളും വൃക്ഷരൂപങ്ങളും പുൽത്തകിടുകളും ഒക്കെ ആയിട്ട് പലതും അലങ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. അതിനു പുറമെ ആ വരാന്തയിൽ അല്ലെങ്കിൽ അകത്ത് ഒക്കെ കയറിയാൽ കാണാവുന്ന പട്ടിക്കൂടും പക്ഷിക്കൂടും മത്സ്യക്കൂടും ഒക്കെ അലങ്കാരത്തിന് വേണ്ടിയാണ്. അത് നമ്മുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാവൽപ്പട്ടിയല്ല, അങ്ങനെയുള്ള പട്ടിയുടെ കൂടുമല്ല. ആ കൂടിൽ ഉള്ളതും മനോഹരമായ പട്ടി അത് അലങ്കാരത്തിനുള്ളതാണ്, വിനോദത്തിനുള്ളതാണ്. അത് പറ്റുമോ എന്നുള്ള വേറെ വിഷയം. ഏതായാലും നമുക്ക് അലങ്കാരത്തിന് വേണ്ടിയാണ് ഈ പട്ടിയെ നമ്മൾ വളർത്തുന്നത്. അവരെ അപ്പുറത്തെ മത്സ്യക്കൂടിൽ അലങ്കാര മത്സ്യങ്ങളാണ്. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വളർത്തുന്ന മത്സ്യങ്ങളല്ല, അലങ്കാര മത്സ്യങ്ങളാണ്. ഒരു പക്ഷിക്കൂട് മനോഹരമായത്, അവിടെ പാറിപ്പറക്കുന്ന പക്ഷികൾ, പറവകൾ അലങ്കാരത്തിന് വേണ്ടിയാണ്. ശരി, ഇതൊക്കെ അലങ്കാര വസ്തുക്കളാണ്. ജീവനുള്ളതുണ്ട്. ഇനി ആ ഷോക്കേസിലേക്ക് നോക്കിയാൽ എല്ലുകളുണ്ട്, തൂവലുകളുണ്ട്, രോമങ്ങളുണ്ട്, കളിമണ്ണ് കൊണ്ടുണ്ട്, മെഴുകുകൊണ്ടുണ്ട്, മരങ്ങൾ കൊണ്ടുണ്ട്, കല്ലുകൾ കൊണ്ടുണ്ട്, ഒക്കെ ഉള്ള പലതും ഉണ്ട്. പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ അലങ്കാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇതിനേക്കാളും ഒക്കെ വലിയ അലങ്കാരം ഖുർആൻ പറഞ്ഞ ജീവൻ തുടിക്കുന്ന, ഓടിക്കളിക്കുന്ന മക്കളാണ്. ആദ്യം പറഞ്ഞതൊക്കെ ഉണ്ട്. ഒരു കുട്ടിയില്ലാത്ത വീടൊന്ന് സങ്കല്പിച്ചു നോക്കൂ.
ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭീതി അള്ളാഹു അവർക്ക് നൽകിയില്ല എങ്കിൽ എല്ലാ അലങ്കാരവും നഷ്ടപ്പെട്ടു സഹോദരന്മാരെ. ഏറ്റവും നല്ല അലങ്കാരം മക്കളാണ്. നേരത്തെ പറഞ്ഞ ആ പക്ഷിക്കൂടും പട്ടിക്കൂടും ആ പൂമുറ്റവും ആ പുൽത്തകിടും അവിടുത്തെ ഊഞ്ഞാലും ഇതൊക്കെ വികൃതമാണെങ്കിലോ അലങ്കാരം അനുഭവപ്പെടൂല, കണ്ണിന് ഇമ്പം നൽകില്ല. അതൊക്കെ പരിപാലിച്ചു പോരുന്നതായിരിക്കണം, തേച്ചുമിനുക്കിയതായിരിക്കണം. മക്കളും വികൃതമാണെങ്കിലോ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അലങ്കാരം നൽകുകയില്ല. ഇപ്പൊ മക്കൾ അലങ്കാരമാകണം. മക്കളാണ് ഏറ്റവും വലിയ അലങ്കാരം. ശരി, അടുത്ത ചോദ്യം, മക്കൾ വളരുകയാണോ നമ്മൾ വളർത്തുകയാണോ? നമ്മുടെ മക്കൾ സന്താന പരിപാലനം വളർത്തലാണ്. പക്ഷെ നമ്മുടെ മക്കൾ വളരലാണോ വളർത്തലാണോ? വളർത്തുന്നതിനും താനെ വളരുന്നതിനും ഒരേ ഗുണമില്ല ഉണ്ടാവുക. വളർത്തുന്നതിന് നല്ല ഗുണമുണ്ടാവും. അപ്പൊ നന്നായി വളർത്താൻ നമുക്ക് പരിശീലനം ആവശ്യമാണ്. നമുക്ക് എന്തൊക്കെയാ വളർത്താൻ പരിശീലനം കിട്ടാറുള്ളത്? സർക്കാർ കാർഷിക ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഒരുപാട് പരിശീലനം നൽകാറുണ്ട്. പന്നി വളർത്തൽ പരിശീലനം, കോഴി വളർത്തൽ പരിശീലനം, പശു വളർത്തൽ പരിശീലനം, ആട് വളർത്തൽ പരിശീലനം, ഇങ്ങനെ മത്സ്യം വളർത്തൽ, പലതും വളർത്തുന്ന പരിശീലനം. സൗമ്യമായി ചോദിക്കട്ടെ പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങൾക്ക് എന്തു പരിശീലനമാണ് മക്കളെ വളർത്താൻ കിട്ടിയത്? ഒരു ദിവസത്തെയെങ്കിലും ഒരു കോഴ്സ് മക്കളെ വളർത്തലിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? പിതാക്കൾക്കും ലഭിച്ചിട്ടില്ല, മാതാക്കൾക്കും ലഭിച്ചിട്ടില്ല. സന്താന പരിപാലനത്തിന്റെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യം നമുക്ക് കിട്ടിയില്ല. വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണുള്ളത് മക്കളെ വളർത്തുക എന്നത്. ഇതിനാണ് സത്യത്തിൽ നമുക്കൊരു പരിശീലനവും കിട്ടാതെ പോയത്. പരിശീലനം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നാമൊക്കെ ഏറെക്കുറെയൊക്കെ ഇങ്ങനെയുള്ള വേദികളിൽ, സദസ്സുകളിൽ, ക്യാമ്പുകളിൽ, സമ്മേളനങ്ങളിൽ കേട്ടതും നമ്മൾ പുടവയിലൂടെ നന്നായി വായിക്കുന്നവരാണ്. സന്താന പരിപാലനത്തിൽ ഇപ്പോ മക്കളെ വളർത്തണം, വളരലല്ല. മനോഹരമായ എത്ര കാട്ടുചെടികൾ, കാട്ടുപൂക്കളുണ്ട്. ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് എത്തുന്നില്ല. മറിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ചട്ടിയിൽ കൊണ്ടുവന്ന് വളം ചേർത്ത് വെള്ളം ചേർത്ത് വളർത്തുന്ന പൂക്കൾക്ക് നല്ല പരിഗണന, ആ പൂക്കൾക്ക് നല്ല പരിപാലനം, ആ ചെടികൾക്ക്. അതുകൊണ്ട് ആ പൂക്കൾ, ആ ചെടികൾ എത്ര മനോഹരമാണ്, എത്ര ആകർഷകമാണ്. ഈ വളർത്തുന്നതിന് അതിൻ്റെതായ ഗുണമുണ്ട്. ഒരു കൃഷി ഓഫീസിൽ നിന്ന് 3 പേർക്ക് ഒരേ വിത്ത് നൽകുന്നു എന്ന് സങ്കല്പിക്കുക. 3 പേർക്ക് നൽകിയത് ഒരേ വിത്ത്. ഒരാള് കൊണ്ടുപോയി നട്ടത് വേരോട്ടം കിട്ടാത്ത മണ്ണിലാണ്. കൃഷിക്ക് ഫലപ്രദമല്ലാത്ത പാറക്കെട്ടുകളിൽ കൊണ്ടുപോയി നട്ടു അയാളുടെ വിത്ത്. അത് മുളച്ചു മുരടിച്ചു പോയി, പുഷ്പിക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല. രണ്ടാമത്തെ ആൾക്ക് ലഭിച്ച വിത്ത് അയാൾ നട്ടത്, മുളപ്പിച്ചത്, അത് അതിന്റെ യോജിച്ച കാലാവസ്ഥയിലല്ല. ഓരോ കൃഷിക്കും ഓരോ സീസൺ ഉണ്ടല്ലോ. ഇപ്പൊ കാലാവസ്ഥ യോജിച്ചതല്ലാത്തതുകൊണ്ട് അതും മുളച്ചു മുരടിച്ചു പോയി, പുഷ്പിക്കുകയോ കായ്ക്കുകയോ ചെയ്തില്ല. മൂന്നാമത്തെ ആളുടെ കയ്യിൽ കിട്ടിയ വിത്ത് നല്ല കാലാവസ്ഥ നോക്കി, സാഹചര്യം നോക്കി, നല്ല മണ്ണ് നോക്കി അയാളത് നട്ട് മുളപ്പിച്ചു. അയാളുടെ വിത്ത് പുഷ്പിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്ത്. ഇതേ അനുഭവമായിരിക്കും നമ്മുടെ കയ്യിൽ ലഭിച്ച മക്കളും. നല്ല വളവും ചേർത്ത് നല്ല പരിപാലനം നൽകി നമ്മുടെ മക്കളെ വളർത്തിയാൽ പുഷ്പിക്കും, കായ്ക്കും, ഗുണപ്രദമാകും, ഗുണാത്മകമാകും, യാതൊരു സംശയവുമില്ല. ഈ മക്കളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അവർക്ക് സ്നേഹം നൽകണം, അവരോട് കാരുണ്യം കാണിക്കണം, അവരെ പരിഗണിക്കണം, അവരെ അംഗീകരിക്കണം. ഒരിക്കലൊരു അധ്യാപകൻ കുട്ടികളോട് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എല്ലാവരും തുറന്നു പറയണം. നമ്മളൊക്കെ ചോദിക്കണ ചോദ്യം. കുട്ടികൾ പല മറുപടിയും പറയും. ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ, വക്കീലാകാൻ, കണ്ടക്ടർ ആകാൻ, ഡ്രൈവർ ആകാൻ, പോലീസാകാൻ, ഇങ്ങനെയൊക്കെ പറയും. ഈ ക്ലാസ്സിലും അങ്ങനെ കുട്ടികൾ വിവിധ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ ഒരു കുട്ടി മാത്രം പറഞ്ഞു, സർ എനിക്ക് TV ആകാൻ ആഗ്രഹമുണ്ട്. കൗതുകത്തോടെ അധ്യാപകൻ ചോദിച്ചു, TV ആകാനോ? അതെന്താ മോൻ അങ്ങനെ പറയാൻ കാരണം? TV ആയാൽ എന്നെ എല്ലാവരും പരിഗണിക്കും, ബാപ്പാക്ക് TV വേണം, ഉമ്മാക്കും TV വേണം, കാക്കാക്കും TV വേണം, അപ്പൊ എനിക്ക് നല്ല പരിഗണന കിട്ടും എന്ന്. ഈ കുട്ടി വീട്ടിൽ പരിഗണന കിട്ടാത്ത കുട്ടിയാണ്, ആർക്കും വേണ്ടവനെ. ഞാൻ പറഞ്ഞത് പരിഗണന എന്നത് കുട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടിക്ക് ലഭിക്കേണ്ട അവകാശമാണ് നല്ല പരിഗണന. നമ്മളൊക്കെ കുട്ടികളെ പരിഗണിക്കുന്നവർ തന്നെയാണ്, നമ്മളങ്ങനെ സമ്മതിക്കുള്ളൂ. നമ്മുടെ ന്യൂനത നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴൊക്കെയാണ് ഓർമ്മ വരുള്ളൂ, ശരിയാണ് എന്റെ കാര്യത്തിൽ പോരായ്മയുണ്ട് എന്ന്. നമ്മൾ പരിഗണിക്കുന്നവരാണ്, നമ്മൾ കരുണ കാണിക്കുന്നവരാണ്. നമ്മൾ അന്യായമായി അനർഹമായി കുട്ടിയെ ശിക്ഷിക്കാത്തവരാണ്. ശിക്ഷണം വേണം, ശിക്ഷയാവരുത്. ശിക്ഷ കുട്ടിക്ക് ബോധ്യമാകുന്നതാകണം, തെറ്റ് കുട്ടിയെ ബോധ്യപ്പെടുത്തണം, വകതിരിവെത്തിയതിന് ശേഷമൊക്കെ ആകണം. നിഷ്കളങ്കനായ ഈ നിഷ്കപടമായ മനസ്സിനെ അനർഹമായി അന്യായമായി നമ്മളെപ്പോഴെങ്കിലും വേദനിപ്പിക്കാറുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഒരു ദിവസം പതിവ് പോലെ വീട്ടിൽ അലക്കിയിട്ട് പർദ്ദ അലക്കി മുറ്റത്തെ അയലിൽ ഉണങ്ങാനിട്ട ഉമ്മ നാളെ എന്തോ ഒരു പരിപാടിക്ക് പോകാനുണ്ട്. ഉമ്മാന്റെ ഏറ്റവും നല്ല വസ്ത്രം തന്നെയാണ് അലക്കിയിട്ടത്. ഈ പതിവാണിത്. അലക്കിയിട്ട വസ്ത്രം ഉണക്കം തീർന്നതിന് ശേഷം വൈകുന്നേരം ഉമ്മ അത് അയലിൽ നിന്ന് എടുത്ത് മടക്കി അലമാരിയിൽ മടക്കി കൊണ്ടുപോയി വെക്കുന്നത് പതിവായി കാണുന്ന ഉമ്മാന്റെ 3 വയസ്സായ അല്ലെങ്കിൽ ഒരു 3.5 വയസ്സായ ബേബി മോള് ഇത് ശ്രദ്ധിക്കും. ഈ ഉമ്മാന്റെ പ്രവർത്തനം നമ്മൾ അനുകരിക്കുമല്ലോ കുട്ടികൾ. ഒരു ദിവസം അലക്കിയിട്ട പർദ്ദ എടുത്തു വെക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. ബേബി മോൾ ഇത് കണ്ട് അവൾ എന്ത് ചെയ്തു, എന്ത് ചെയ്യും? ഇത് എടുത്തു വെക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. അയലിന്റെ താഴെ ചെന്ന് കൈയുയർത്തി പർദ്ദയിലേക്ക് എത്തുന്നില്ല. കുട്ടി നന്നായി ബുദ്ധി പ്രയോഗിച്ച് ആലോചിച്ച് അകത്ത് പോയൊരു സ്റ്റൂള് കൊണ്ടുവന്ന് അയലിന്റെ താഴെ വെച്ച് സ്റ്റൂളിൽ കയറി പർദ്ദന്റെ കൈ പിടിച്ചു വലിച്ചു. പർദ്ദ താഴെ വീണ്, നിലത്ത് വീണ്. ഈ 4 മീറ്ററിന്റെ പർദ്ദ കുട്ടിക്ക് കയ്യിൽ ഒതുങ്ങണില്ല. ഇത് വലിച്ച് ആഞ്ഞ് പിടിച്ചു നോക്കിയിട്ടും കയ്യിൽ ഒതുങ്ങാത്ത പർദ്ദ ഒരറ്റം പിടിച്ച് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. വളരെ പ്രയാസപ്പെട്ട് മടക്കാൻ ശ്രമിച്ചിട്ടും മടങ്ങി കിട്ടാത്തത് എങ്ങനെയൊക്കെയോ പാടുപെട്ട് ചുരുട്ടി മടക്കി അലമാരിയിലേക്ക് വെക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഉമ്മ കാണുന്നത്. എന്ത് ചെയ്യും നിങ്ങളെ? എന്ത് ചെയ്യും? ഉറപ്പ ആദ്യം അടി കിട്ടും. അപ്പോഴേക്കന്നെ അവിടെ എത്തിച്ചോ, ആകെ ചളിയാക്കി വൃത്തികേടാക്കി ചുരുട്ടി. നാളെ പരിപാടിക്ക് പോകാനുള്ളത് അന്ന് ഞാൻ എന്താ ചെയ്യ പഠിച്ചവനെ? നല്ലോണം കിട്ടി. ഈ കുട്ടിക്കറിയോ എന്തിനാ ഈ അടി കിട്ടിയത്? ഈ കുട്ടി ചെയ്തതെന്താ? ഒരു നല്ല കാര്യം, വളരെ നല്ലൊരു കാര്യം. അത് തന്നെ നല്ല ബുദ്ധിപൂർവം ആലോചിച്ച് സ്റ്റൂളെടുത്ത് കൊണ്ടുവന്ന് ഒരു സൽക്കാര്യം നല്ല ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത ഒരു ബെസ്റ്റ് പ്രൊജക്ട്. A+ കൊടുക്കേണ്ട ഒരു സംഗതി. ഈ കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു നല്ല പ്രൊജക്ട് ചെയ്ത കുട്ടിക്ക് നമ്മൾ ചെയ്തത് നിഷേധാത്മകമായ മാർക്ക്. ആ കുട്ടിയെ തളർത്തി മാനസികമായി നമ്മൾ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ഒരു പക്ഷേ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും ഈ കുട്ടി കിടന്നുറങ്ങുക. നമ്മൾ ഉറങ്ങാൻ ചെല്ലുമ്പോഴാണ്
കുട്ടിയുടെ ഈ കാൽപ്പടയിൽ ഉമ്മാന്റെ 5 വിരലും പതിഞ്ഞെങ്ങനെ കാണണേ. അപ്പൊ ഒരുപക്ഷെ ഉമ്മാക്ക് വിവേകം വരും, വേണ്ടിയില്ലായിരുന്നു, ഉമ്മാക്ക് സങ്കടമൊക്കെ വരും. നേരത്തെ ഗുണാത്മകമായി ചിന്തിക്കുന്നതിന് പകരം നിഷേധാത്മകമായി നെഗറ്റീവായി ചിന്തിച്ചതാണ് ഉമ്മ ചെയ്ത തെറ്റ്. ഈ കാര്യത്തിലൊക്കെ ഉമ്മാക്ക് പരിശീലനം ആവശ്യമായിരുന്നത്, പക്ഷെ കിട്ടാതെ പോയത്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ പറയണം. ഒരു നിഷ്കളങ്കമായ കുട്ടിയെ എന്തിന് നമ്മൾ ശിക്ഷിക്കണം? ഇത് ചിലപ്പോൾ മദ്രസ അധ്യാപകരും സ്കൂളിലെ മാഷന്മാരും ഒക്കെ ചെയ്യണ പണിയാട്ടോ. തെറ്റ് ചെയ്യാത്ത കുട്ടിയെ ശിക്ഷിക്കുക എന്നത്. 10 മിനിറ്റ് വൈകി വന്ന കുട്ടിയെ അന്ന് മുഴുവൻ പുറത്തു നിർത്തുന്ന പഴയ അധ്യാപകർ ഒക്കെ കുറവാ. പഴയ അധ്യാപകരാണല്ലോ പുറത്തുനിന്നു മാറി. ആ പീരീഡ് കഴിഞ്ഞ് വേറെ മാഷ് വന്ന് ഓൻ വൈകുന്നോണ്ട് മാഷ് പുറത്ത് നിർത്തിയതാ. ഓൻ പുറത്ത് തന്നെ വൈകുന്നേരം വരെ പുറത്ത് നിർത്തുന്ന. ഇത് കുട്ടിയോട് ചെയ്യുന്ന അന്യായമാണ്. അല്ലാഹുവിന്റെ റസൂല് ഇതൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. റസൂലും കുട്ടികളും എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമ്മളെ ഒരു കുട്ടികളുടെ ആളാണ് നബി തിരുമേനി എന്ന് ബോധ്യവും റസൂലുള്ളാഹിന്റെ കുട്ടികളോടൊത്തുള്ള പെരുമാറ്റം പഠിച്ചാൽ കുട്ടികളുടെ ആളാണ്, ഒരു കുട്ടികളുടെ നബിയാണ്. ഇനി നോക്കൂ, നമ്മൾ ഒരു വിരുന്ന് പോകാൻ വേണ്ടി കുട്ടിയെ കൂട്ടും. ചിലർക്ക് കുട്ടിയെ കൂട്ടുന്നത് താല്പര്യമല്ല. കുട്ടി കൂടെ ഉണ്ടായാല് ചുരിദാർ ചൊളിഞ്ഞു പോവും. കുട്ടി കൂടെ ഉണ്ടായാല് ശല്യാണ്. എന്നാൽ ചിലരെങ്കിലും കൂട്ടുമല്ലോ. നേരത്തെ പറഞ്ഞവർ ഒരു 5 വയസ്സുകാരൻ വിചാരിക്കാം, നമ്മൾ കല്യാണത്തിന് ഇറങ്ങുകയാണ്, കൂടെ ഇറങ്ങി ഗേറ്റ് കടന്ന് അധികം ദൂരം സഞ്ചരിച്ചിട്ടില്ല, കുട്ടിയുടെ കാല് വഴുതി കുട്ടി നിലത്ത് ചളിവെള്ളത്തിൽ വീണുപോയി. നമ്മൾ എന്ത് ചെയ്യും? കല്യാണത്തിൽ കുറച്ച് വൈകി കൂടി ചെയ്യണമെങ്കിൽ അടിയുറപ്പാണ്. നല്ലോ 2 കൊടുത്ത് വലിച്ചിടലാണ്. എന്നെ കൊണ്ടുവന്നാൽ തന്നെ കുരുത്തം കിട്ടൂല എന്ന് എനിക്കറിയാം. ഈ കുരുത്തക്കേടാണ്, പോരണ്ടാന്ന് ഞാൻ പറഞ്ഞാണ്. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ എന്നെ പറ്റൂല. എത്ര ശാപം, എത്ര കുറ്റപ്പെടുത്തൽ ഈ നിഷ്കളങ്ക കുട്ടിയെ. എന്താ കുട്ടി ചെയ്തത്? കാല് തെറ്റി വീണുപോയതാ. ഇങ്ങനെയൊക്കെ പറയണോ? ഇനി ഈ കുട്ടിയെ കഴുകിക്കൊടുത്ത് വസ്ത്രം മാറ്റിക്കൊടുത്ത് കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ എല്ലാവരും ചോദിക്കും, വയ്യോ ഇവനെയല്ല കൊണ്ടുവന്ന്, എങ്ങനെ കുരുത്തം കിട്ടുക? ഒരു വഴിക്ക കൊണ്ടുപോകാനെ പറ്റൂല. ആ ചളിവെള്ളത്തിൽ ചാടി വീണതല്ല. ഇതിങ്ങനെ കല്യാണ പന്തലിലുള്ള ബന്ധുക്കളോടും കൂട്ടുകാരോടും ഒക്കെ പറയും, അവനിങ്ങനെ കുറ്റപ്പെടുത്തുക. അതിന് ഈ പറച്ചിൽ മാറ്റണമെങ്കിൽ വല്ലാത്ത ഉമ്മട്ടോ, ഒരു ദയയില്ല ഈ കുട്ടിയോട്. ശരി, ഉമ്മ കല്യാണത്തിന് ഇറങ്ങിയാണ്, കൂടെ ഉള്ളത് മോനെല്ലാം വിചാരിക്കും നമ്മള്. ഉമ്മയും അമ്മായിമ്മയും കൂടിയാണ് കല്യാണത്തിന് ഇറങ്ങണേ. സഹോദരിമാരെ അല്ലോ ആലോചിച്ചോളൂ, നിങ്ങളും അമ്മായിമ്മയും കൂടിയാണ് കല്യാണത്തിന് പോണേ. മുറ്റത്ത് തന്നെ അമ്മായിമ്മ അവിടെ വീണ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ബൈക്കുണ്ട്, ഞങ്ങളെ പറ്റൂല, ഇനി ഇവിടെ നിന്നോളി, ഞാൻ പോവുകയാണ് എന്ന് പറയോ? ഇല്ലല്ലോ, കുറ്റപ്പെടുത്തില്ലല്ലോ. ആ ഉമ്മ വീണ് പോയോ, എന്തെങ്കിലും പറ്റിയോ, ഒഴിഞ്ഞേരനോ, ടാപ്പിന്റെ അടുത്തേക്ക് കുളിമുറിക്ക് നടക്കി നമുക്ക് മാറ്റാം, സാരല്ല. എന്തൊരു സ്നേഹം. 2 സഹോദരന്മാരെ ഒന്നല്ലേ സംഭവിച്ച്. കുട്ടീന്റെ അടുത്ത് നിന്ന് പറ്റിയപ്പോ അത് കുട്ടിയെ കുറ്റപ്പെടുത്തല്. അമ്മായിമാക്കായപ്പോ എന്തൊരു സ്നേഹം, ബഹുമാനം. ഈ ഇരട്ടത്താപ്പ് ഒരു ഉമ്മാക്ക് പാടുണ്ടോ? അപ്പൊ നമ്മള് കാരുണ്യം, ഞാൻ പറഞ്ഞു, നമ്മുടെ സ്നേഹം കുട്ടിയോടുള്ള സ്വഭാവം. ഇനി അബദ്ധത്തിൽ പറ്റിയതിന് ശിക്ഷിക്കാൻ പാടുണ്ടോ? അബദ്ധത്തിൽ ചെയ്തൊരു കാര്യത്തിന് വേറൊരു ഉദാഹരണം കൂടി പറയട്ടെ. രാവിലെ മദ്രസയിൽ പോകാൻ നേരത്തെ കുട്ടി എഴുന്നേറ്റ് പല്ല് തേച്ച് വന്ന് ചായ കൊടുത്ത് കുട്ടീന്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് സിമന്റ് നിറയെ വീണ് പൊട്ടിപ്പോയി, നിലത്ത് വീണ് ചായ ഗ്ലാസ് പൊട്ടിപ്പോയി. നമ്മൾ എന്താ പറയാ? അതാ പൊട്ടിച്ച് എന്നാണല്ലോ പറയാ. കഴിഞ്ഞ ആഴ്ച 1 ഡസൻ ഗ്ലാസ് കൊണ്ടുവന്നത് ഇപ്പൊ ഇനി ആകെ 1 ഉള്ളൂ, ബാക്കിയൊക്കെ പൊട്ടിച്ച്. പിന്നെ അടുക്കളയ്ക്ക് വരുന്നവരോടൊക്കെ ഇങ്ങോട്ട് വരല്ലേ, അവിടെ ഗ്ലാസ് പൊട്ടിയുണ്ട്, അതും പൊട്ടിച്ച്. ഓർമ്മ അടിയും കിട്ടി. അടി ഉറപ്പാണല്ലോ ഇതൊക്കെ കൂടെ. അതിന് നമുക്ക് ചോദ്യമില്ലാത്ത തിരിച്ചടി ഇല്ലാത്താണല്ലോ, അതുകൊണ്ട് അങ്ങനെ തല്ലാലോ. അടിയും കിട്ടി, ഈ പറച്ചിലും. അങ്ങനെ കണ്ണീരും സങ്കടവും വേദനയൊക്കെ ആയിട്ട് ചായ കുടിച്ചില്ലെന്നുള്ള രൂപത്തിൽ കുട്ടി മദ്രസയിൽ പോയിരിക്കുക. അപ്പോഴാ സുബൈസ്കരിച്ചു വാപ്പ ഇങ്ങനെ വള്ളിക്കം തരുന്നേ. വാപ്പാക്ക് കിട്ടണമല്ലോ ഈ കട്ടൻ ചായ. വാപ്പാന്റെ കയ്യിൽ ചായ ഉണ്ടേ കൊടുത്ത് അതേമാതിരി വാപ്പാന്റെ ഇന്ന് ഗ്ലാസ് വീണ് പൊട്ടി. അതാ പൊട്ടിപ്പോയോ?
നേരത്തെ പറഞ്ഞെന്തേനി പൊട്ടിച്ച്, ഇപ്പോഴോ പൊട്ടിപ്പോയോ സാരല്ല. ബാപ്പാന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയപ്പോ സാരല്ല, അത് നമുക്ക് പൊറുക്കിടാം, അത് സാരല്ല, വേറെ താഴെ ഉടനെ എടുത്തു കൊടുത്ത്. രണ്ടും ഒന്നല്ലേ സംഭവം. അപ്പൊ കുട്ടിയോടുള്ള ഈ ഇരട്ടത്താപ്പ്. അപ്പൊ കുട്ടികളെ പരിഗണിക്കുന്നിടത്ത്, കുട്ടിയെ സ്നേഹിക്കുന്നിടത്ത്, കുട്ടിയോട് കരുണ കാണിക്കുന്നിടത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരുന്നുണ്ട് എന്നത് എന്തായാലും ഉറപ്പായില്ലേ? അപ്പൊ ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾക്ക് നല്ല പരിഗണന. അള്ളാഹുവിന്റെ റസൂല് ഇതൊക്കെ ഒരു സംഭവം നമ്മൾ കേട്ട് താഴ്പിച്ചതാണെങ്കിലും മുറ്റത്തിറങ്ങി പൂഴിയിൽ മുട്ടുംകാലും ഉള്ളം കയ്യും കുത്തി ഇങ്ങനെ നടക്കുക, കുട്ടികളെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമല്ലേ അത്? നമുക്ക് കഴിയോ മക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ? അവധിക്കാല കുട്ടികളെ ഒരുപാട് പരിഗണിക്കണമല്ലോ നമ്മള്. കുട്ടികൾക്ക് എന്ത് സൗകര്യമാണ് ആഘോഷിക്കാൻ, ആനന്ദിക്കാൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ എന്ത് കളിക്കാണ് കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്? ഈ ജൂൺ മുതൽ മാർച്ച് 31 വരെ, ചിലപ്പോൾ ഏപ്രിലും അടക്കം മദ്രസ ഉസ്താദിന്റെ മുന്നിലും സ്കൂൾ അധ്യാപകന്റെ മുന്നിലും വീട്ടിൽ പോണതിന്റെ മുമ്പും വീട്ടിൽ തിരിച്ചു വന്നാലും ഒക്കെ വായിക്ക്, പുസ്തകക്ക്, പഠിക്ക്, എഴുത്, ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരുന്ന അറിവ് ഇങ്ങനെ കുത്തി നിറക്കുകയായിരുന്നല്ലോ കുട്ടികളുടെ മനസ്സിലേക്ക്. ഒരു ഒഴിവും കൊടുക്കാതെ, ഒരു സ്വാതന്ത്ര്യം നൽകാതെ. എന്നാലും ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഈ അവധി കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് റിലാക്സ്, എന്തൊരു ആശ്വാസമാണ്, എന്തൊരു ഒരു വിനോദത്തിനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. ഏതായാലും കുട്ടികൾക്ക് സ്നേഹവും കാരുണ്യവും അംഗീകാരവും ഒക്കെ. കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മുതിർന്നവരെയും കുറ്റപ്പെടുത്തുന്നത് സുഖകരമല്ല. ആരും കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഈ സദസ്സിനെ നോക്കിയിട്ട് ഇതെന്ത് സദസ്സ, ഇങ്ങനെയാണോ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കല്, ഇങ്ങനെയൊക്കെയാണോ സൗകര്യങ്ങൾ എന്ന് കുറെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയം തുടങ്ങി വിചാരിക്കുക. ചില ആളുകൾ അങ്ങനെ പറയണ്ടല്ലോ, മിൻബർമലൊക്കെ കയറിയാൽ ഉറങ്ങുന്ന ആളുകളൊക്കെ പേര് വിളിച്ച് എണീക്കവിടെ, എന്തിനാ പള്ളി വന്ന് ഉറങ്ങാനാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ കുറെ കുറ്റപ്പെടുത്തൽ നടത്തുന്ന ആളെ നിങ്ങൾ ഇഷ്ടപ്പെടുക? ഞാൻ കുറെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടില്ല, ഉറപ്പാണല്ലോ. ഇനി ഈ ക്ലാസ് പ്രസംഗം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ കേട്ടില്ല എന്നുള്ള രൂപത്തിൽ എന്റെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞാലോ, അത് ഞാനും ഇഷ്ടപ്പെടൂല. ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിലോ ഭാര്യ ഇഷ്ടപ്പെടൂല. ഇനി ഒരു ഭർത്താവിനെ കുറ്റപ്പെടുത്തി ഭാര്യ പറഞ്ഞാലോ അത് ഭർത്താവ് ഇഷ്ടപ്പെടൂല. കുട്ടികളെ പിന്നെ നമുക്കൊക്കെ കുറ്റപ്പെടുത്താല്ലേ, അതൊരിക്കലും കുട്ടി ഇഷ്ടപ്പെടൂല. വിരുന്നെന്ന അമ്മായിയോട്, അമ്മായിന്റെ ഒരു ചോദ്യം, അല്ല നമ്മളെ ബാബുവിനൊക്കെ പരീക്ഷയിലൊക്കെ മാർക്കില്ലേ, പഠിക്കൂലേ? അപ്പൊ ആ ഓനല്ലേ, ഓനെ നേരത്തിന് തിന്നാനും ഇങ്ങനെ കളിച്ചു കിടക്കാനും പറ്റും. ഓന്റെ CPTA മീറ്റിങ്ങിന് ഞാൻ പോയിട്ട് മാനം കിട്ടുവേ. എല്ലാ വിഷയത്തിലും D ആണ്, C ആണ്, ഒരൊറ്റ A+ ഓനില്ല. എന്തിനാ അവനെ പറ്റുക? ഇത് അമ്മായിന്റെ മുന്നിന്നായി പറഞ്ഞത്, അമ്മായിന്റെ കുട്ടികളെ മുന്നിന്നാ പറഞ്ഞത്. വേണമെങ്കിൽ അമ്മായിന്റെ കുട്ടികളൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളും ആകാം. എന്നാ പിന്നെ അടുത്ത പരീക്ഷക്കോ ശരിയായി, വേണമെങ്കിൽ സ്കൂൾ പോക്കിനോ നിർത്തോടുകൂടി. അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള ഗ്രേഡേ അവന് കിട്ടുള്ളൂ. കാരണം അവനെ ഐസാക്കി, പറഞ്ഞ് മോശാക്കി, എരപ്പാക്കി അമ്മായിന്റെ മുന്നിൽ നിന്ന്, അമ്മായിന്റെ കുട്ടികളെ മുന്നിൽ നിന്ന്. അപ്പൊ ഇത് ശരിയല്ല. പ്രോത്സാഹനം, പ്രശംസ, അത് മുഖേന ലഭിക്കേണ്ട പ്രത്യാശ, ആത്മധൈര്യം, ഇതൊക്കെയാണല്ലോ കുട്ടിക്കുണ്ടാണ്ടേ. പ്രോത്സാഹിപ്പിക്കല്, ഇതാണ് ആവശ്യം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ക്രിയാത്മകമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് തീർത്തും നിഷേധാത്മകമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടി മാനസികമായി തളരും, അവന്റെ പഠനത്തിൽ വൈജ്ഞാനികമായി തളരും. മറിച്ച് ഊർജം, സഹായം, പ്രോത്സാഹനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എമ്പാടും. നിങ്ങൾ നോക്കൂ, നമ്മുടെ പല പ്രദേശത്തും ഈ അവധിക്കാല മതപഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്ത് ഈ ഏപ്രിൽ മാസത്തിൽ. എന്റെ നാട്ടിലുമുണ്ട്. എന്റെ നാട്ടിലെ ക്ലാസ്സിൽ 70ഓളം കുട്ടികൾ പങ്കെടുത്തു. മുതിർന്ന കുട്ടികളാണ്, മദ്രസാ പ്രായത്തിലുള്ളവരൊന്നും വേണ്ടാന്ന് ആദ്യം പറഞ്ഞു, വന്നവരെ തിരിച്ചയച്ചു. മുതിർന്ന കുട്ടികൾ മതി എന്ന് പറഞ്ഞു. ഈ മുതിർന്ന കുട്ടികൾ 70ഓളം കുട്ടികൾ പങ്കെടുത്തു.
നല്ല മാന്യമായി അവർക്ക് സൗകര്യങ്ങളും നല്ല ക്ലാസുകളും ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു 10 ദിവസത്തോളം ഈ കോഴ്സ് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എന്തായാലും സുബൈക്ക് ഈ 70 കുട്ടികളിൽ നിന്ന് ഒരു പകുതി കുട്ടികളെങ്കിലും സുബൈ ജമാഅത്തിന് എത്തുന്ന നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് കൊടുത്താണല്ലോ. സങ്കടം എന്ന് പറയട്ടെ, 10 കുട്ടികൾ പോലും വന്നില്ല. ഈ കോഴ്സ് കൊടുത്തൊരു 10 കുട്ടികൾ പോലും വന്നില്ല. ഇവിടെ എവിടെയാണ് തകരാറ്? അവിടെ ക്ലാസ് എടുത്ത പല ഭാഗത്തുനിന്നും വന്ന പണ്ഡിതന്മാർക്കാണോ തകരാറ്? ഇത് സംഘടിപ്പിച്ച സംഘാടനത്തിലാണോ തകരാറ്? ഒന്നുമല്ല. ബാക്കി ചെയ്യേണ്ടത് വീട്ടുകാരായിരുന്നു. വീട്ടുകാരുടെ തകരാറ് തന്നെയാണ്. സുബഹിക്ക് ഒരു വാപ്പ ഉമ്മ വിളിച്ചുണർത്തണം. സുബഹിക്ക് ശേഷം ലൈറ്റ് ഇടാത്തൊരു വീടുണ്ടാകാൻ പാടില്ല. സുബഹിക്ക് വിളിച്ചുണർത്തി മക്കളെ കൊണ്ടുവരാൻ. ഞാനിത് പറയുമ്പോ വല്ലാതെ ഓർത്തു പോവാണ്. ജമാലാക്കി മക്കളും സുബൈ ജമാഅത്തിൽ പള്ളിയിൽ വരുന്നത്. ഞാനിവിടെ രാത്രി പള്ളിയിലെ കുറച്ചു കാലം താമസിച്ച അനുഭവത്തിൽ നിന്ന് പറയാണ്. എനിക്ക് തോന്നുന്ന അബ്ദുൽ ഗഫൂറൊക്കെ ചെറിയ കുട്ടിയായ സമയത്താണ് സുബൈക്ക് ഒന്നിങ്ങനെ ഒതുണ്ടാക്കുമ്പോ അങ്ങനെ ഉറക്കം തൂക്കണേ. ചെറിയ കുട്ടിയാണ്, എന്നാലും വാപ്പ ഈ കുട്ടികളൊക്കെ ഉണർത്തി പള്ളിയിൽ കൊണ്ടുവരുന്നു. മർഹൂം ജമാലാക്കക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കഫൻ തുണി നിരമ്പി പോയിട്ടില്ല. ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ മണ്ണ് ഖബറിന്റെ മീതുള്ളത് പഴകിയിട്ടില്ല, പുല്ല് മുളച്ചിട്ടില്ല. ഒരുപാട് ആളുകളെ അതുപോലെ ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുന്നിൽ നടന്ന പലരെയും ഓർമ്മിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും പാപമോചനവും അള്ളാഹുവിന്റെ കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ നടന്ന വഴിയിൽ ഇനി സേവന രംഗത്ത് പ്രവർത്തിക്കാൻ അവരുടെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ അള്ളാഹു സന്മനസ്സും ആഫിയത്തും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ സുബഹിക്ക് വിളിച്ചുണർത്തണം, വീട് സജീവമാകണം. എന്താ വാപ്പാര് ചെയ്യല്? പതുക്കെ ആരും ശല്യം ചെയ്യണ്ട. റൂമിൽ ലൈറ്റ് ഇടാൻ പോലും ബാപ്പാക്ക് താല്പര്യമില്ല. അഥവാ ഉമ്മ ഉണർന്നാണെങ്കിൽ വാതിൽ കുറ്റിട്ടാളയാൻ പോവുകയാണ്. അസ്സലാമു ബാപ്പ പള്ളിക്ക് വന്ന് ഉമ്മ അവിടെ കിടന്ന് ലൈറ്റൊക്കെ ഓഫാക്കി. ഇതാണ് പല വീട്ടിലെ സ്ഥിതി. ഇത് ബാപ്പാന്റെ ബാധ്യത നിർവഹിക്കാതിരിക്കലാണ്. ബാപ്പ കോക്കി കുരച്ച് വാതിലൊക്കെ ഒന്ന് ഉറക്കടച്ച് ആ ബാത്റൂമിലൊക്കെ ഒന്ന് കടന്ന് ലൈറ്റ് ഇട്ട് പുറത്തൊക്കെ ലൈറ്റ് ഇട്ട് അകത്തൊക്കെ ലൈറ്റ് ഇട്ട് വീട് ഉണർത്തണം. സുബൈക്ക് ഉണരുന്ന ബാപ്പ വീട് ഉണർത്തണം. ഇങ്ങനെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ ചെയ്യുക? ക്യാമ്പിനൊക്കെ പോയിനി, ക്ലാസ്സിനൊക്കെ പോയിനി, ഓനൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യുക? മദ്രസയിലെ ഉസ്താദ് വരുമ്പോ ഉസ്താദെ സുബഹിസ്കരിക്കല്ലോ, നല്ല അടി കൊടുക്കണം. പാവ ഉസ്താദ് ഇത് കേട്ടിട്ട് മുപ്പരി ആരാച്ചാറ പണിയെടുക്കണേ. മുപ്പരി ഈ ശിക്ഷ നടപ്പിലാക്കണ ഉദ്യോഗസ്ഥനാണ്. വീട്ടിൽ നിന്ന് കുട്ടി സുബഹിസ്കരിക്കാത്തതിന് ആരാ അടി കൊടുക്കണേ? ഇന്ന് സുബഹിസ്കരിക്കാത്തവരൊക്കെ എണീറ്റിക്കുക. എണീറ്റുന്ന കുട്ടി ആരാ അടി കൊടുക്കണേ? ഉസ്താദ്. പൊന്നാര ഉസ്താദെ, ഈ പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഈ പണി ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് ആരോടാ പറഞ്ഞത്? അത് കുട്ടിക്കാലം മുതൽക്ക് പോറ്റിപ്പോന്ന മാമുവാരി കൊടുത്ത, മീമി നുള്ളി കൊടുത്ത, തേച്ചു കുളിപ്പിച്ച, താരാട്ടുപാട്ടുപാടി ഉറക്കിയ, സ്നേഹവും കാരുണ്യവും തലോടലൊക്കെ നൽകിയ ഉമ്മാന്റെ കൈകൊണ്ട്, ഉപ്പാന്റെ കൈകൊണ്ടാണ് കുട്ടിക്ക് തല്ലിട്ടുണ്ട് നിസ്കരിക്കാത്തതിന്, വീട്ടിൽ നിന്ന് കുട്ടി നിസ്കരിക്കാത്തതിന്. അപ്പോ ഇതൊക്കെ സന്താനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിപാലനത്തിന്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രം. ഏറെ സാധ്യതകളുള്ള, ചീത്തയാകാൻ ഏറെ സാധ്യതകളുള്ളതൊക്കെ MSMന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും വാട്സപ്പിന്റെ ഒക്കെ ദോഷം, ഇന്റർനെറ്റിന്റെ ഒക്കെ ദോഷങ്ങള്, ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടവർ മാതാപിതാക്കളാണ്. ആരുമായി കൂട്ടുകൂടുന്നു, എന്ത് കാണുന്നു, എന്ത് ഉൾക്കൊള്ളുന്നു എന്നൊക്കെ. പലതും കുട്ടികളോടൊപ്പം പെരുമാറുമ്പോൾ കുട്ടികൾക്ക് പലതും അറിയാം. അനാവശ്യമായത് കുട്ടി അറിയാൻ പാടില്ലാത്തത് കൊച്ചുനാൾ മുതൽക്ക്, ചെറിയ പ്രായം മുതൽക്ക് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടുന്ന്? ഇത്തരം കാഴ്ചയിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ഒക്കെ, സീരിയലും ടിവിയും ഒക്കെ ഗുണകരമായത് ഉപയോഗപ്പെടുത്തുകയും അരുതാത്തത് കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്.
പാട്ട് പാടുമ്പോ അതവിടെ നിൽക്കട്ടെ, പാടാൻ പറ്റൂല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയെ മദ്ഹ് ചെയ്ത് പാടുമ്പോ അദൃശ്യമായ കാര്യങ്ങൾ ഗൈബ് അറിയുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോ എന്ന് പാടിയപ്പോ അത് പാടരുത്, നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകനല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്ന പ്രവാചകൻ. ബൈത്തുൽ മാലിലെ ഈത്തപ്പഴം എടുത്ത് വായിലിട്ടപ്പോ അത് തോണ്ടി എറിയുന്ന പ്രവാചകൻ. അത് നമുക്ക് തിന്നാൻ പാടില്ലാത്തതാണ്, അത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത. ഇങ്ങനെ കൃത്യമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, എന്നാൽ സ്നേഹവും കാരുണ്യവും എമ്പാടും നൽകുന്ന, എമ്പാടും കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന, ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ടാകണം, വിസ്മി ചെല്ലണം, അടുത്തു നിന്നാകണം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന പ്രവാചകന്റെ മാതൃകയാണ് മാതാപിതാക്കളെ നമ്മളും സ്വീകരിക്കേണ്ടത്. മക്കളോടൊപ്പമാണല്ലോ ഭക്ഷണം കഴിക്കേണ്ടത്, മക്കളോടൊപ്പമാണല്ലോ ഭക്ഷണം കഴിക്കേണ്ടത്, കൂടെ ഇരുത്തിയാണല്ലോ ഭക്ഷിപ്പിക്കേണ്ടത്. വൈകുന്നേരമാകുമ്പോൾ കൂടെ അണിയണമല്ലോ കുട്ടികള്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, ഇനി പ്രായം കൂടിയ ആളുകൾ, ഞാൻ പറഞ്ഞ അലങ്കാരമാണ് മക്കൾ. അതേ സമയത്ത് ഖുർആന്റെ പരാമർശം വേറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതും നിങ്ങൾക്ക് നാശമാകും, മക്കൾ നിങ്ങൾക്ക് നാശമാകും. പരലോകത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ നശിപ്പിക്കുന്നതാകും, പരീക്ഷണമാകും. അങ്ങനെയൊക്കെ ആവാതിരിക്കട്ടെ, ഞാൻ ആ വശം വിശദീകരിക്കണില്ല. അലങ്കാരമാവട്ടെ. നാളെ നമ്മളെ തലോടേണ്ട മക്കൾ, നമ്മളെ തലോടേണ്ട മക്കള്, നമ്മളെ തേച്ച് കുളിപ്പിക്കേണ്ട മക്കള്, നമ്മുടെ ജനാസ കുളിപ്പിക്കേണ്ട മക്കൾ, നമ്മുടെ മയ്യത്തും കെട്ടിൽ ചുമക്കേണ്ട മക്കൾ, നമ്മുടെ ജനാസക്ക് നേതൃത്വം നൽകി നമസ്കരിക്കേണ്ട മക്കൾ, അവരുടെ ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ. അള്ളാഹു ആ രൂപത്തിലൊക്കെ അവർക്ക് കഴിവും അതിനൊക്കെയുള്ള മനസ്സും നൽകുമാറാവട്ടെ. രണ്ടാമത്തെ അറ്റം വയോവൃദ്ധരായ ആളുകൾ. വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. വയോവൃദ്ധരായ ആളുകൾ, ഇത് റസൂലുള്ളാഹിന്റെ ഭാഷയിൽ നമുക്ക് സ്വർഗവും നരകവുമാണ്. മാതാപിതാക്കൾ നിന്റെ സ്വർഗവും നരകവുമാണ്. ആ മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ വയോവൃദ്ധരായ ആളുകളിലൂടെ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കണം. അവർക്കും നേരത്തെ പറഞ്ഞ പരിഗണന ആവശ്യമാണ്, അംഗീകാരം ആവശ്യമാണ്, സ്നേഹവും കാരുണ്യവും ആവശ്യമാണ്, സാന്നിധ്യം, സാമീപ്യം, സ്നേഹാശ്രണമായ താങ്ങലും തലോടലും ആവശ്യമാണ്. വയസ്സായ വീട്ടിലെ വയസ്സായ ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ? ഉറപ്പാ. ഭക്ഷണം കിട്ടാത്ത ഒരു വാപ്പിയമ്മി നമ്മുടെ നാട്ടിലില്ല. മക്കൾ നൽകിയില്ലെങ്കിൽ ആരെങ്കിലും നൽകും. ചികിത്സ കിട്ടാത്തവരുണ്ടോ? അതുമില്ല. അതിനുമൊക്കെ പലരും ഉണ്ട്. താമസ സൗകര്യമില്ലേ? അതുമുണ്ട്. പിന്നെ എന്താ കിട്ടാത്തത്? ഖുർആൻ ശക്തിയായി പറഞ്ഞ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സാമീപ്യം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇതിലാ വീഴ്ച വരുന്നത്. നമ്മുടെ അടുക്കലുണ്ടായാൽ നമ്മുടെ സാന്നിധ്യവും നല്ല വാക്കും. അവരോട് തർക്കിക്കരുത്, തർക്കിക്കരുത്. അവർ തർക്കം ചോദിച്ചു വാങ്ങും, അവർ തർക്കം ഉണ്ടാക്കും. അവർ നമ്മുടെ ദേഷ്യം പിടിപ്പിക്കുന്നത് പറയും, ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ കോപിക്കരുത്, തർക്കിക്കരുത്. വർത്താനത്തിൽ പോലും ദേഷ്യപ്രകടനം ഉണ്ടാകാൻ പാടില്ല. വലാ തഖുല്ലമാ ഉഫ്ഫിൻ എന്ന് പറയരുത്. മുഖം ചുളിയരുത്, നെറ്റി ചുളിയരുത്, തട്ടുത്തരം പറയരുത്, തർക്കങ്ങൾ ഉണ്ടാകരുത്. ആരോട്? മാതാപിതാക്കളോട് തർക്കിക്കരുത്. പിന്നെന്താ പറയേണ്ടത്? മാന്യമായ സംസാരം, തേനൂറുന്ന, ഇമ്പം നൽകുന്ന സംസാരം. അപ്പൊ നന്നായി സംസാരിക്കുക. പിന്നെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. വിനയത്തിന്റെ ചിറക്, താഴ്മയുടെ ചിറക്. നോക്കൂ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ച്, ചിറകിനുള്ളിൽ ഒളിപ്പിച്ച്, ചിറകിനുള്ളിൽ സംരക്ഷണവും നിർഭയത്വം നൽകി സംരക്ഷിക്കുന്ന തള്ളപ്പക്ഷിയെ, നമുക്ക് സുപരിചിതമായ കോഴിയോട്
അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിറകുള്ളതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മക്കളെ നിങ്ങളുടെ ചിറകിൻ കീഴിൽ സ്നേഹവും കാരുണ്യവും ചൂടും ചൂരും ഒക്കെ അനുഭവപ്പെട്ട് അവർ വളരട്ടെ എന്നാണ്. ആര്? മാതാപിതാക്കൾ. വയസ്സായ ഉപ്പാന്റെ സാന്നിധ്യം, മകന്റെ സാന്നിധ്യം ഉപ്പ ആഗ്രഹിക്കണത്. ഉമ്മ ആഗ്രഹിക്കുന്ന സാന്നിധ്യം ഉണ്ടല്ലോ. മോനെ എന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന മോന്, എടീ എന്ന് വിളിക്കുമ്പോ ഓടിയെത്തുന്ന മോള്, അതങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്ന മക്കളെയല്ല, മരുമക്കളെയല്ല. ഞാൻ തറപ്പിച്ചു പറയട്ടെ, അവസരം അധികം ഉണ്ടാകാൻ മരുമക്കൾക്കാണ്. പെറ്റുപോറ്റിയ ഉമ്മയെ നോക്കാൻ കെട്ടിച്ചുപോയ മോൾക്ക് സമയം ഉണ്ടാവില്ല, അവസരം ഉണ്ടാവില്ല. അവള് വേറെ നാട്ടിലല്ലേ. ഇവളുടെ സംരക്ഷണത്തിൽ ഉണ്ട് ഒരു വല്യമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ. ആരാ? ഭർത്താവിന്റെ ഉമ്മ, അമ്മായിമ്മ, ഭർത്താവിന്റെ ഉപ്പ, അമ്മോശൻ കാക്ക. മരുമക്കളെ, ഇത് നിങ്ങൾക്കുള്ളതാണ്. പകല് മുഴുവൻ ജോലി തേടി പോകുന്ന, ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ മാസങ്ങളും വർഷങ്ങളും ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വിദേശത്ത് പോയ ഭർത്താവ്, ആരാ ഉമ്മാക്കുള്ളത് ഇവിടെ? അയാളുടെ ഉമ്മക്കാരാ ഉള്ളത്, അയാളുടെ ഉപ്പക്കാരാ ഉള്ളത്, അയാളുടെ ഭാര്യയും മക്കളും, ഈ വല്യമ്മാന്റെ പേരക്കുട്ടികളും ഇയാളുടെ ഭാര്യയും, അതായത് മരുമകളും പേരക്കുട്ടികളും വേണ്ടത്. ഞാൻ മക്കളോട് എന്നതുപോലെ ശക്തിയായി പറയാ, പേരക്കുട്ടികളോടും മരുമക്കളോടും നന്നായി നോക്കേണ്ടി വരും. ഇത് ബാധ്യതയാണ്. അതിനാ നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതും. വെറും ഭർത്താവിനെ നോക്കാനാ? അമ്മായിമാനെ നോക്കിയില്ലെങ്കിൽ ഭർത്താവിനോടുള്ള സഹകരണത്തിന്റെ ബാധ്യത തീരൂല. ഭർത്താവിനോടുള്ള ബാധ്യതയുടെ ഭാഗം അവസാനിക്കൂല. ഭർത്താവിനെ മാത്രം നോക്കിയാൽ മതിയോ? ഈ അമ്മായിമാനെ നോക്കാനും കൂടിയാണ് നിങ്ങൾ, ഈ അമ്മോശങ്കാക്കാനെയൊക്കെ നോക്കാനാണ്. അപ്പോ പ്രായം കൂടിയ ആളുകൾ ഒരു കാരണവശാലും അവഗണിക്കരുതേ. ഒരു പക്ഷേ അതിലുണ്ടാകുന്ന വിഷമം അങ്ങനെ അറിയിക്കുക പോലും ചെയ്യരുത്. എന്തൊക്കെ വർത്താനം, ആ കഥയൊന്നും പറയണ്ട. ഇന്നലെ ഉറങ്ങിയില്ല, മിനിയാന്ന് ഉറങ്ങിയില്ല, പിച്ചും പേയും പറയല്ലേ, പിച്ചും പേയും പറയല്ലേ. വീട്ടിലെ വയസ്സായ ആളെ കുറിച്ചായി പറഞ്ഞതേ. പിന്നെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നലെ, പിച്ചും പേയും പറഞ്ഞോണ്ട്. ഉറക്കില്ല രാത്രി, ഉറക്കില്ല രാത്രി, മനുഷ്യന് കിടന്നുറങ്ങാൻ വയ്യ. ഇതൊന്നും പറയാൻ പാടില്ല സഹോദരന്മാരെ. നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച മാതാപിതാക്കൾ എത്ര രാവുകളാണ് നമ്മുടെ ഉമ്മ ഉറക്കൊഴിച്ചത്. എത്ര കാലമാണ് ഉമ്മ നമ്മെ ഗർഭം ചുമന്നത്. അത് സ്വാഭാവികല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ സ്വാഭാവികമല്ല, അത് പ്രയാസാണെന്നാ. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ. ഞെരുക്കത്തിന് മീതെ ഞെരുക്കം സഹിച്ചുകൊണ്ട് അവനെ ഗർഭം ചുമന്നുന്ന. ഗർഭകാലം പ്രയാസമാണെന്ന് അള്ളാഹ് പറയാ, നമ്മൾ ഈസിയാക്കണ്ട. അത് കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ്. വളഅത്തുഹു ഉമ്മുഹു കുർഹൻ, പ്രയാസിച്ചുകൊണ്ടാ പ്രസവം, അതൊക്കെ പ്രയാസമുള്ളത് തന്നെയാണ്. അപ്പം പ്രസവവും ഗർഭകാലവും ഫിസാലുഹു ഫിആമൈൻ, 2 കൊല്ലം മുലകുടികാലം, ഇതൊക്കെ മറക്കുകയോ? ഇതൊക്കെ മറക്കോ? 1000 നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളുണ്ടായാലും, ഇപ്പൊ ഭാര്യയുണ്ട്, വേലക്കാരികളുണ്ട്, ആരൊക്കെ ഉണ്ടായാലും അതൊന്നും പെറ്റുമ്മയാവൂല. വല്ലാത്ത മുതല ഉമ്മ എന്ന് പറഞ്ഞത്. ഇനി ഇതിന് കൂടെ ചേർത്ത് വരേണ്ട ചിലതുണ്ട്. ഉമ്മാന്റെ സ്ഥാനത്തുള്ള വേറെ ചില ആളുകളുണ്ട്. ഓളെ പെറ്റത് ഉമ്മയാണെങ്കിലും പോറ്റിയത് വല്യമ്മയാണ്. അങ്ങനല്ലേ? വേണമെങ്കിൽ ജോലിയുള്ളമാരും കൂടി ആവുക. ഇന്ത്യയൊക്കെ കുട്ടികളെ പോറ്റത് എന്റെ ഉമ്മയായിരുന്നു, എന്റെ ഭാര്യയല്ല. ഇപ്പൊ ഉമ്മല്ല, എന്റെ ഉമ്മല്ല. അള്ളാഹു മഹഫൂറത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞത് പല വീട്ടിൽ സ്ഥിതി അതാണ്. നമ്മുടെ ഭാര്യമാർ ജോലിക്ക് പോയി, അല്ലെങ്കിൽ തിരക്കുള്ളവരാ. ആരാ കുട്ടികളെ പോറ്റല്? വല്യമ്മ, അല്ലെങ്കിൽ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിമാർ, അഞ്ചത്തിമാരൊക്കെ. ചിലപ്പോൾ ഇളയമ മൂത്തമ്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അമ്മായി, വാപ്പാന്റെ പെങ്ങള്. വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. പ്രസവിച്ചത് ഓളാണെങ്കിലും പോറ്റിയത് അമ്മായിയാണ്, ഇളയമ്മയാണ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥ. ഇവരോടൊക്കെ നമുക്ക് ബാധ്യതയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലയൂട്ടിയ ഹലീമ ബീവിയോട് എത്ര സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. ഇപ്പം മാതൃത്വം ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആര് വന്നാലും പെറ്റുമ്മയാവൂല. ഉമ്മക്ക് വേണ്ടി നമ്മൾ എത്ര ചെയ്യണം എന്നറിയോ? മക്കളെ, കാലിന്റെ ചോട്ടിലേട്ടോ സ്വർഗവും. ആരെ കാലിന്റെ ചോട്ടിൽ? ഉമ്മാന്റെ.
മക്കളെ, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാ സ്വർഗം. ഇതൊരു വല്ലാത്ത വാക്കല്ലേ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം. എന്താ ഈ പറഞ്ഞതിന്റെ താല്പര്യം? പരമാവധി ചെയ്തു കൊടുക്കണം സേവനം എന്ന് തന്നെ. പരമാവധി ചെയ്തു കൊടുക്കണം. വെറുപ്പിച്ചാൽ അള്ള വെറുക്കും, തൃപ്തിപ്പെടുത്തിയാൽ അള്ള തൃപ്തിപ്പെടും. തൃപ്തി വേണ്ടേ? നിങ്ങളെ നിസ്കാരവും നോമ്പും പർദിയും നിങ്ങളെ ഉംറയും ഹജ്ജും കാര്യമില്ല. ഉമ്മാനെയും ബാപ്പാനെയും നന്നായി നോക്കിയില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടൂല. അവരെ വേദനിപ്പിച്ചാൽ പീഡിപ്പിച്ചാൽ ലാ യദ്ഖുലുൽ ജന്നത അഖ്കുൻ. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല. ലാ യദ്ഖുലുൽ ജന്നത അഖ്കുൻ. മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവൻ, വേദനിപ്പിക്കുന്നവൻ സ്വർഗം കാണൂല. കട്ടായം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. റിളല്ലാഹി ബിറിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസുഖ്തുല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലും. ഇത് ഉണ്ടാവുക, ജീവിച്ചിരിക്കുക. മത്സരിച്ചോളി മക്കളെ, ഉമ്മാനി ബാപ്പാനി നോക്കാൻ മത്സരിച്ചോളി. സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരം വിട്ടുകൊടുക്കണ്ട. കാക്കാക്കും പങ്ങൾക്ക് വന്നു നമ്മൾ തന്നെ നോക്കണം. ഇതാ താല്പര്യം ഓരോരുത്തർക്കുണ്ടാണ്. ഉമ്മ എന്റെ അടുത്ത് തന്നെ, ഞാൻ വിട്ടുതരൂല എന്നറിയാം. അല്ലെങ്കിൽ ഉമ്മാക്ക് താല്പര്യം അപ്പുറത്താണെങ്കിലോ ഉമ്മാന്റെ താല്പര്യത്തിന് പരിഗണന നൽകുക. ഉമ്മാന്റെ താല്പര്യത്തിന്. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, വയോവൃദ്ധരാണ്. ഇവരെ കാണാൻ വേണ്ടി വന്നൊരു സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബ ബന്ധു. അല്ല, വാപ്പ എവിടെ? വാപ്പ പെടല്ലോ, വാപ്പ കാക്കാന്റെ അടുത്താണ്. നമ്മ ഇവിടെ ഉണ്ടാവൂലേ? ഉമ്മ അഞ്ചന്റെ അടുത്താണ്. ഓന്റെ അടുത്ത് രണ്ടാളും ഇല്ല. ഉമ്മ അഞ്ചന്റെ അടുത്ത്, വാപ്പ കാക്കാന്റെ അടുത്ത്. ഈ വാപ്പയും ഉമ്മയും ഒരു വീട്ടില്, ഒരു റൂമില്, ഒരു കട്ടില് അല്ലെങ്കിൽ രണ്ട് കട്ടിലാണെങ്കിൽ ഒരു റൂമിലെങ്കിലും അവരുണ്ടാവേണ്ടവരാണ്. ഈ ജീവിത സായാഹ്നത്തിലെ വയസ്സുകാലത്ത് ആ കുഴമ്പും കുപ്പിയൊന്നും ഇങ്ങോട്ട് എടുക്കുന്നെങ്കിലും പറയാൻ ഉമ്മ വാപ്പാന്റെ അടുത്തുണ്ടാണ് നല്ലതാണ്. ബാത്റൂമിൽ പോകാൻ ഒന്നിന്റെ കൈ പിടിക്കി എന്ന് പറയാൻ ബാപ്പുണ്ടാണ് നല്ലത് അമ്മക്ക്. പക്ഷെ അന്ന് നമ്മൾ അകലെയാണ്, മനസ്സിങ്ങനെ അകന്നു പോകണം. ഒരു റൂമിൽ ഒരു വീട്ടിൽ ഒരു കട്ടിലിൽ കിടന്നുറങ്ങിയവരാ. ഒന്നിച്ചു മാത്രം ഭക്ഷണം കഴിച്ചവർ. ഇപ്പോ പരസ്പരം അറിയണമെന്നില്ല. പാപ്പാന്റെ അവസ്ഥ ഇപ്പൊ എന്താ എനിക്ക് അറിഞ്ഞൂടാ. 10-15 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല. അങ്ങോട്ട് പോയൊക്കെയില്ല, അങ്ങോട്ട് വരാനും വയ്യ. മക്കളൊക്കെ വരലില്ലേ? ഇങ്ങനെ ഒരു തള്ളപട കടുക്കുണ്ട് എന്നുള്ള ആർക്കെങ്കിലും വല്ല ചിന്തയുണ്ടപ്പോ? അപ്പൊ മക്കളും വരുന്നില്ല. പലരുടെയും സ്ഥിതി ഇതാ. ആസ്പത്രി ബെഡിൽ ഏകദേശം മരണത്തോടടുത്ത് അവശ നിലയിൽ കഴിയുന്ന ഉമ്മാനെ മകൻ ചെന്ന് അടുത്തുനിന്ന് വിളിക്കുകയാണ്. ഉമ്മ അത് ഞാനാണ്, വാപ്പുട്ടിയാണ്. ഉമ്മ ഒന്ന് കണ്ണുറക്കി, നിങ്ങൾ നോക്കണില്ലേ, വാപ്പുട്ടിയാണിത്. വളരെ പ്രയാസപ്പെട്ട് ഉമ്മ ഇങ്ങനെ കണ്ണു തുറന്നപ്പോ, എന്നാ ഞാൻ പോവുക കേട്ടോ, എന്റെ ലീവ് കഴിഞ്ഞാണ്, ഞാൻ പോവുക. ഇത് പറയാനാ വിളിച്ചോണ്ടി. ഇത് പറയാനാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, മറ്റേ ഞാൻ നിങ്ങളെ അടുത്ത് പറയാനില്ല, ഞാൻ പോവുകയാണ്, ഒരു തിരക്കാണ്. മറ്റേ മകൻ ഓൻ കച്ചവടക്കാരനാ. അള്ളാ, കച്ചവടക്കാർക്ക് പീടി ഓർമ്മയില്ലെങ്കിൽ ഒരു ലീവ് എടുക്കാത്തൊരു വിഭാഗമാണത്. ക്ഷമിക്കണം എന്നോട് കച്ചവടക്കാരുണ്ടെങ്കിൽ. അതുകൊണ്ട് ഓനും പറയാം, പീടി ഇറക്കാൻ ഞാൻ പറ്റൂല, പീടിയയിലെ ആളില്ല, ഞാൻ പോവുകയാണ്. ഒക്കെ പോവുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന് ഏതായാലും ലീവില്ല, ഓനും പോവുകയാണ്. ലീവൊക്കെ ഉണ്ട്, ശമ്പളത്തോട് കൂടിയ ലീവും ശമ്പളം ഇല്ലാത്ത ലീവും ഒക്കെ ഉണ്ട്. ഒക്കെ എടുക്കുക, എന്നാലും ലീവ് എടുക്കൂല. ആസ്പത്രിയിൽ നിൽക്കാൻ അവന് കഴിയൂല. കെട്ടിച്ചുപോയ മക്കളോ, ഞാനെങ്ങനെ അവിടെ നിൽക്കുക, അവിടുത്തെ ഓളെ തിരക്കൊക്കെ കൂടിയൊക്കെ പറഞ്ഞാല് ആസ്പത്രിയിൽ സ്ഥലം മാറിക്കിടന്നാൽ ഉറക്ക് വരാത്തവൾ, ഷുഗറും പ്രഷറും ഒക്കെ കൂടി പോവും. അതുകൊണ്ട് ഓളും തയ്യാറല്ല. ആരാ പിന്നെ ഉണ്ടാവുക? ഈ വയസ്സായ ഉമ്മാക്കും പാപ്പാക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആളില്ലാത്ത അവസ്ഥ. പൈസ ഉണ്ട്, വീടുണ്ട്, റൂമുണ്ട്, ബെഡ് ഉണ്ട്, ഒക്കെ ശരി. വാട്ടർ ബെഡ് വേണോ? അതുണ്ട്. അല്ല, വായു നിറച്ചതാണോ, കാറ്റ് നിറച്ചതാണോ? അതുണ്ട്. മരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നോക്കാൻ ആളില്ല. മക്കളുടെ സാന്നിധ്യമില്ല. ഖുർആൻ തറപ്പിച്ച് പറഞ്ഞത്. നിങ്ങൾ ഖുർആനിൽ ആയത്തില്ലല്ലോ, ഉമ്മാക്കും പാപ്പാക്കും ചോറ് കൊടുക്കണം എന്ന് ആയത്തില്ല.
ഓരോട് നല്ല വർത്താനം പറയണമെന്നാ പറഞ്ഞത്. അപ്പൊ ചോറ് കൊടുക്കണ്ടെന്നല്ല, പക്ഷെ ചോറ് കൊടുക്കുന്നേക്കാളും ആവശ്യം ഇതാണ്. അതെല്ലാവരും കൊടുക്കുവേ, ചോറെല്ലാവരും കൊടുക്കും. ഇതാണ് കുറവ് വരുത്തുക. അതുകൊണ്ട് ഖുർആന് ശക്തിയായി പറഞ്ഞത് സാന്നിധ്യം വേണം, നല്ല വർത്താനം പറയണം, നല്ല വർത്താനം പറയണം. നല്ല വർത്താനം കേട്ടാൽ എന്തൊരു ആശ്വാസ സഹോദരന്മാരെ, നല്ല വർത്താനം കേൾക്കുന്ന ഒരു ആശ്വാസമല്ലേ. അപ്പൊ ഈ വിഭാഗം വയോവൃദ്ധരായ ആളുകൾ നമ്മുടെ വീട്ടിലുള്ളത്, ഭാരം സർക്കാരിന് തലവേദനയാകുന്നത് മക്കൾ, കുട്ടികള്. അവിടെ കുട്ടികളുടെ കാര്യത്തിൽ സർക്കാർ അതിന് പ്രത്യേകം മന്ത്രാലയവും അവരെ പിന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ചൈൽഡ് ലൈൻ പ്രവർത്തകരും സംഗതിയൊക്കെ ഉള്ളത്. അതുപോലെ വൃദ്ധജനങ്ങളെ നോക്കാൻ, പരിപാലിക്കാൻ എവിടെങ്കിലും കൊണ്ടുപോയി തള്ളും നമ്മുടെയൊക്കെ മക്കള്. എവിടെ? വൃദ്ധസദനങ്ങളിൽ. ഏകദേശം കൊണ്ടേയാക്കാൻ മാത്രം പ്രായമായവരിന്റെ സദസ്സിൽ കുറച്ചാളുകളൊക്കെ ഉണ്ട്. മക്കൾ കൊണ്ടുപോയി തള്ളാതിരിക്കട്ടെ. അപ്പൊ ഏതായാലും ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സ്നേഹം കിട്ടണം. സ്നേഹം നൽകിയാലേ സ്നേഹം തിരിച്ചു കിട്ടൂ, കരുണ കാണിച്ചെങ്കിലേ നമുക്ക് കാരുണ്യം ലഭിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നോക്കൂ, ഇതിനിടക്കുള്ളൊരു വിഭാഗം മാതാപിതാക്കളല്ല, പറയാം സമയം കുറവായതുകൊണ്ട് ചുരുക്കി പറയാൻ, മാതാപിതാക്കളല്ല, മറ്റൊരു വിഭാഗം ഭാര്യാഭർത്താക്കന്മാർ, യുവത്വമുള്ള സമയത്തല്ല. ഇതൊക്കെ പറയുമ്പോ ചില സമയത്ത് നോക്കാനൊക്കെ കഴിയും. ഇപ്പോ സാധാരണ മക്കളോട് പറയാറുണ്ട്, കിടക്കണ വാപ്പാനെ നോക്കാനാ മക്കളെ പ്രയാസം, നടക്കണ വാപ്പാനെ നോക്കാൻ പ്രയാസമല്ല. ഈ നടത്തം മുട്ടിയാൽ വാപ്പിയമ്മയൊക്കെ കിടന്നാലേ നമുക്ക് ഭാരമാവുക. ആ സമയത്ത് തന്നെ നല്ലോ നോക്കേണ്ടത്. ഈ നോക്കൂ, ഈ ഇടക്കുള്ള യുവത്വമുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ അവസ്ഥ കണ്ണിനും കരളിനും ഏറെ കുളിർമ നൽകുന്ന വിഭാഗമാണ് ഇണകൾ. ഭാര്യാഭർത്താക്കന്മാര് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും അത് ഖുർആനിന്റെ ഹദീസിന്റെ പ്രയോഗമല്ല. ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞത് ഇണകൾ എന്നാണ്. സൗജ്, അസ്വാജ്, ഇങ്ങനെ അറബി പദം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഭരിക്കണ ആള് എന്നാ, അങ്ങനെ പറഞ്ഞില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ. എത്ര മനോഹരമായിട്ട് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞതൊക്കെ ഇണകളാണ്. ഇപ്പൊ ജീവിതത്തിൽ ഈ ഒരു പ്രത്യേക സമയമെത്തുമ്പോ, പ്രായമെത്തുമ്പോ, ഇണയായി ജീവിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോ, ആ പ്രായമൊക്കെ എത്തുമ്പോ ഒരു നല്ല ഇണയോടൊത്തുള്ള ജീവിതം, നല്ല ഇണ. അങ്ങനെ തന്നെയാണോ എല്ലാവരും? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നല്ല ഇണ എന്നതിന് ആളുകൾ നൽകുന്ന ഈ നല്ല എന്നത് നല്ല സമ്പത്തുള്ള എന്നായിരുന്നു. നല്ല സമ്പത്ത്, അത് ആഭരണമായും പണമായും വാഹനമായും മറ്റ് വിസയായും ഒക്കെ പെണ്ണ് കെട്ടിയാൽ എന്ത് കിട്ടും എന്നാലോചിക്കണേ. ഇപ്പൊ അവിടുന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇതിനോടുള്ള സമ്പത്തിനോടുള്ള ആ പീറ തീർന്നുകൊണ്ടായിരിക്കും. ഈ സമ്പത്ത് കുറച്ച് കുറഞ്ഞാലും തിരക്കടില്ല എന്നാ. അപ്പൊ 4 ആളെ മുന്നിൽ കാണിക്കാൻ പറ്റിയതാവണമെന്നാണ്. 10,000 റുപ്യ സ്ത്രീധനം അധികം ചോദിച്ചാൽ പറമ്പ് വിറ്റിട്ടോ കുറുക്കല്യാണം കഴിച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. ഈ സൗന്ദര്യം ഉണ്ടാക്കാൻ കഴിയോ അപ്പാക്കുമ്മാക്കുനി? ഇതുണ്ടാക്കാൻ കഴിയല്ലോ. ഓന്റെ കണ്ണിന് തൃപ്തിപ്പെടുന്നതല്ല. ഇത് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ മാത്രം ഗുണമുള്ളതായിരിക്കണം. വേറൊരു ട്രെൻഡ്, കല്യാണം ഒരു കരാറാണ്. വിവാഹം, നിക്കാഹ് എന്ന് പറഞ്ഞത് ഒരു കരാറാണ്. ഈ കരാറ് ആണുങ്ങൾ തമ്മിലുള്ള കരാറാണ്. ആരാ ഈ ആണുങ്ങള്? ഒന്ന് പെൺകുട്ടിയുടെ വലിയ രക്ഷിതാവ്, പെൺകുട്ടിയുടെ പിതാവ്. പിതാവാണെങ്കിൽ പിതാവ്, പിതാവില്ലെങ്കിൽ സഹോദരൻ, ഇങ്ങനെ പോകുന്ന മഹനൊക്കെ ആവുന്ന. ഏതായാലും പെൺകുട്ടിയുടെ വലിയ ആയ ആണുമായാണ് ഈ കല്യാണം കഴിക്കുന്ന പുരുഷൻ കരാറിൽ ഏർപ്പെടുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള കരാറല്ല നിക്കാഹ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എന്നെ കെട്ടിക്കോളാം, നിങ്ങൾ എന്നെ കെട്ടിക്കോളി എന്ന് പറഞ്ഞതല്ല. അങ്ങനെ തീരുമാനം എടുക്കണമല്ല. ഓക്ക് പറ്റിയ ആളെ ഓള് കണ്ടെത്തുക, ഓന് പറ്റിയ ഓനും കണ്ടെത്തിയുള്ള ഏർപ്പാടല്ലത്. അവർ തമ്മിലല്ല ഈ കരാറും വ്യവസ്ഥയും ഒക്കെ നടക്കുന്നത്. അത് വലിയും ഈ കല്യാണം കഴിക്കുന്ന ആളും തമ്മിലാണ്. ആണുങ്ങൾ തമ്മിലുള്ള തന്നെയാണ്. അപ്പോ ഇവിടെ ഒരു പെൺകുട്ടിയുടെ പിതാവിൽ നിന്ന് അയാളുടെ മകളെ ഏറ്റുവാങ്ങുകയാണ്. ഗൗരവമുള്ള സംഗതിയാണ്. വാപ്പിമ്മയും വളർത്തിയ ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ഇവിടെ നട്ടു വളർത്തണം.
നല്ല വളവും വെള്ളവും നല്ല സാഹചര്യവും. അതിൽ ഏറ്റവും വലിയ അവകാശം ഈ പെൺകുട്ടി കടന്നു വരുമ്പോൾ ഭക്ഷണം വേണം, പാർപ്പിടം വേണം, പിന്നെ വസ്ത്രം വേണം, രോഗമായാൽ ചികിത്സ വേണം. ഇനിയിപ്പോ പഠിക്കണ കുട്ടികളായിരുന്നു അധികം കല്യാണം കഴിച്ചപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യപ്പെടുമെങ്കിൽ അതും ചെയ്തു കൊടുക്കണം. ഇതിനേക്കാളൊക്കെ ഏറെ ആവശ്യമായ സംഗതി എന്താണെന്നറിയോ? നിഷ്കളങ്കമായ സ്നേഹവും കാരുണ്യവും മതിയാവോളം ഈ കുട്ടിക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ലഭിക്കണം. എന്താടി വർത്താനൊക്കെ? കല്യാണത്തിന്റെ ആദ്യ നാളിൽ തന്നെ കുടുംബബന്ധുക്കളുടെ ചോദ്യം. നല്ല സുഖാണ്, ഓരൊക്കെ നല്ല മനുഷ്യന്മാരാ എന്ന് പറയാൻ സാധിക്കണം. ഭർത്തൃ വീട്ടുകാരെ സംബന്ധിച്ച് അയാളൊരു മനുഷ്യനാണ്, ഓരൊക്കെ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറയാൻ സാധിക്കണം. മനുഷ്യ സഹജമായ പോരായ്മ ഉണ്ടെങ്കിൽ പോലും, പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഓരൊക്കെ നല്ല മനുഷ്യന്മാരാണ് എന്ന് ഭർത്തൃ വീട്ടുകാരെ പറ്റി പറയാൻ സാധിക്കണം. നന്നായി സ്നേഹവും കാരുണ്യവും വാത്സല്യവും നൽകി ഒരു മോളെ ഉമ്മയും ബാപ്പയും കൂടി വളർത്തി വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഒന്നിനാത്രമായപ്പോ ഓന്റെ ഒരുത്തന്റെ കൂടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവിടെ പീഡനാണെങ്കിൽ അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. അവിടെ പീഡനാണെങ്കിൽ, അതുകൊണ്ട് ഭർത്തൃ വീട്ടിൽ ഒരു കാരണവശാലും പീഡനം അനുഭവപ്പെടാൻ ഈ പെൺകുട്ടിക്ക് പാടില്ല. പരിപൂർണ നിർഭയത്വം. അയാളുടെ കൈകളിൽ എന്നെ സ്വീകരിച്ച, എന്നെ കല്യാണം കഴിച്ച അയാളുടെ കരങ്ങളിൽ എന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന നിർഭയത്വം ഈ നവവധുവിന് ഭർത്തൃ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയ. നമ്മളൊക്കെ സംതൃപ്തരാവും അത് കിട്ടിയാൽ. ഇനി നോക്കൂ, ഈ പെൺകുട്ടിക്കുണ്ടാകേണ്ട ഒരു ബോധം. ഞാനിവിടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എത്തി. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞാനിവിടെ എത്തി. എനിക്ക് ഇനി വളരാനുള്ളത് ഈ വീടും ഈ പ്രദേശവും. ഇവിടെ എനിക്ക് ബാധ്യതകളുണ്ട്. ഞാൻ ഏറെ എന്നെ സ്വീകരിച്ച, എന്നെ തീറ്റിപ്പോറ്റുന്ന, എനിക്ക് ഭക്ഷണവും പാർപ്പിട സൗകര്യവും വസ്ത്രവും ചികിത്സയും സ്നേഹവും കാരുണ്യവും മതിയാവോളം തരുന്ന എന്റെ ഭർത്താവിനോട് ഞാൻ ഏറെ വിനയവും വിധേയത്വവും അനുസരണവും ഒക്കെ കാണിക്കണം എന്ന ബോധം. അത് സ്ത്രൈണഭാവമാണ്, സ്വഭാവമാണ്. ഒരുത്തന്റെ കീഴിൽ അനുസരണമുള്ള അയാളുടെ സ്നേഹവും കാരുണ്യവും ഏറ്റുവാങ്ങാൻ, അയാളുടെ പ്രേമവും സ്നേഹവും ഏറ്റുവാങ്ങാൻ ഞാൻ മതിയായവളാകണം. അത് പിടിച്ചു വാങ്ങാൻ സാധിക്കണം. അവളുടെ സ്നേഹാശ്രണമായ നോട്ടവും പെരുമാറ്റവും സമ്പർക്കവും സഹവാസവും ഒക്കെ നോക്കിയാൽ തന്നെ നിനക്ക് ഇമ്പമേകും. അവളുടെ സാന്നിധ്യം സന്തോഷം നൽകും. അവളോട് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. അനുസരണമില്ലാത്ത പെണ്ണിനൊരു വസ്തുനും കൊള്ളൂല. ഓളെ ആഭരണം അണിഞ്ഞിട്ട് എന്താ? ഓളെ പൽനിരയും കാർക്കൂന്തലും കൺപീലിയും അങ്ങലാവണ്യൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? കുരങ്ങല്ലേ സ്വഭാവത്തില് മഹാമോശ. പിന്നെ ആ പെണ്ണിന് എന്തിനു പറ്റും? അള്ളാന്റെ റസൂല് പറഞ്ഞ സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ള, നല്ല വിനയവും വിധേയത്വമുള്ള, ഭർത്താവിനോട് അനുസരണം കാണിക്കുന്ന, ഭർത്താവിന്റെ വീട്ടുകാരോട് നന്നായി പെരുമാറുന്ന, നല്ല പെരുമാറ്റം. ബശ്ശിറൂ വലാ തുനഫിറൂ യസ്സിറൂ വലാ തുഅസ്സിറൂ. ഇതൊക്കെ വല്ലാത്ത വിശാലമായ അർത്ഥമുള്ള വാക്കുകളല്ലേ? നിങ്ങൾ സന്തോഷം നൽകുക. ഇത് നമുക്കൊക്കെ ബാധക. ഭാര്യയ്ക്കും ഭർത്താവിന് മാത്രമല്ല. നമ്മൾ സന്തോഷമാണ് ആളുകൾക്ക് നൽകേണ്ടത്. വലാ തുനഫിറൂ, ചടപ്പിക്കരുത്. ചടപ്പിക്കും. ഭാര്യന്റെ മൂത്ത് കടന്ന് നോക്കിയാൽ, ഓളെന്തെങ്കിലും പറഞ്ഞാൽ, ഓള് വീട്ടിലുണ്ടായാൽ ചടപ്പിക്കല, വെറുപ്പിക്കല. ആ ജാതി ഭാര്യയല്ല, ആ ജാതി പിതാവല്ല, അങ്ങനെയുള്ള മക്കളല്ല. ബശ്ശിറൂ വലാ തുനഫിറൂ യസ്സിറൂ വലാ തുഅസ്സിറൂ. നിങ്ങൾ ആശ്വാസം നൽകുക, ഞെരുക്കമുണ്ടാക്കരുത്. ഭാരം സൃഷ്ടിക്കലല്ല, ആശ്വാസം ഉണ്ടാക്കണം. ഓരോരുത്തരാലേക്ക് എന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിന് ആശ്വാസകരമാണ്. എന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിന് സന്തോഷം നൽകുന്നതാണ്. ഞാനൊരിക്കലും ചടപ്പിച്ചിട്ടില്ല, വെറുപ്പിച്ചിട്ടില്ല. ഞാനൊരിക്കലും ഭാരമായിട്ടില്ല. ഉറപ്പുവരുത്താൻ സാധിക്കുമോ? എങ്കിൽ ഈ വിഷയം പൂർണ്ണമാകും, ഈ ചർച്ച പൂർണ്ണമാകും. അതിനാണല്ലോ ഇപ്പൊ നമ്മളിതൊക്കെ ചർച്ച ചെയ്യണത്. കേട്ടുപോയാ പോരല്ലോ. അപ്പൊ വെറുപ്പിക്കരുത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ആരെയും വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാവർക്കും കുഞ്ഞാപ്പ് പോകാന്നില്ല.
ഓരോ പ്രയോഗം ഉണ്ടല്ലോ നാട്ടിൽ, എല്ലാവർക്കും അമ്മായി ആയിരുന്നു കൊടുക്കുക. അങ്ങനെ സന്തോഷം പിടിച്ചു പറ്റില്ല. മറിച്ച് നമ്മുടെ ആദർശവും നമ്മുടെ വ്യക്തിത്വവും ഒക്കെ പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ആളുകളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ മറക്കാൻ കഴിയോ ഇത്തരം ആളുകളുടെ വേർപാട്? ലീവിൽ വന്നിട്ട് പോകാൻ തോന്നണില്ലേ? ലീവിൽ വന്നിട്ട് അയാൾക്ക് പോകാൻ തോന്നുന്നില്ല. എന്താ ഇവിടുത്തെ ഈ സ്നേഹാസൃണമായ ഈ പെരുമാറ്റം മുറിഞ്ഞു പോവുകയാണ്. ഇനി അയാൾ ഒറ്റക്കാണല്ലോ. അയാളോട് സ്നേഹപൂർവ്വം പെരുമാറിയ, ഒരിക്കൽ പോലും ഒന്ന് വിരുന്ന് പോയി പോലും അകന്നു നിൽക്കാൻ അയാൾ ഇഷ്ടപ്പെടാത്ത അയാളുടെ പ്രിയതമ, അയാളുടെ ഭാര്യ ലീവ് കഴിഞ്ഞാൽ പോകുമ്പോൾ വലിയ വിഷമം തന്നെയാണ്. അവസാനം ആ കെട്ടിപ്പിടിച്ച കരച്ചിലൊക്കെ അതുകൊണ്ടുണ്ടാകണേ, സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എയർപോർട്ടിൽ പോയി യാത്ര അയക്കാൻ എനിക്ക് കാണാൻ കഴിയില്ല, ഞാൻ പോരുന്നില്ല എന്നാ പറഞ്ഞത്. കാണാൻ പ്രയാസമാണ്, ആ ജാതി പെരുമാറ്റം. അല്ല 6 മാസത്തെ ലീവിന് വന്നിട്ട് എത്രയുണ്ട് ലീവ്? 5-6 മാസമുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോ നമ്മളോട് പറയാം ഞാൻ അടുത്ത ആഴ്ച പോവാട്ടോ. അപ്പൊ ലീവ് തീരുന്നതിന് മുമ്പ് പോവുക. എന്തുകൊണ്ടാ പോണത്? ഇവിടുത്തെ മെച്ചം കൊണ്ട് തന്നെ. ഇവിടുത്തെ മെച്ചം കൊണ്ട് ഇവിടെ കഴിച്ചിലാക്കിട്ടെങ്കിൽ വിചാരിച്ചു പോവാണ്. അപ്പോ ഭർത്താവിന്റെ സാന്നിധ്യം ഭാര്യയ്ക്കും ഭാര്യയുടെ സാന്നിധ്യം ഭർത്താവിനും ഒക്കെ ഇമ്പം നൽകുന്നതാണ്. ഖുർആന്റെ പ്രയോഗം നോക്കി, കൺകുളിർമാണ്. അപ്പൊ കാണുമ്പോ മാത്രല്ല, കണ്ണിനും കരളിനും കുളിർമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇണകളിലൂടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. എന്നാൽ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ചിലപ്പോൾ നമ്മൾ കീഴ്പ്പെടേണ്ടി വരും. ഈ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ വിയോഗം, എന്നേക്കുമായുള്ള വിയോഗം. പക്ഷേ മറക്കാൻ കഴിയില്ല. തന്റെ സ്നേഹനിധിയായ ഭാര്യയുടെ വഫാത്ത് അള്ളാഹുവിന്റെ റസൂലിന് മറക്കാൻ വല്ലാത്ത പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയെ ഏറെ വേദനിപ്പിച്ച സംഭവം ഖദീജ ബീവിയുടെ മരണമാണ്. എന്തുകൊണ്ട്? അതൊരു മുതലേനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടിക്കാലത്ത് സ്നേഹവും കാരുണ്യവും നൽകാൻ മാതാപിതാക്കൾ ഉണ്ടായില്ല. പിതാവിന്റെ മുഖം കാണാൻ അള്ളാഹുവിന്റെ റസൂലിന് വിധി ഉണ്ടായിട്ടില്ല. റസൂൽ ജനിക്കുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചുപോയി, അപ്പം പിതൃസ്നേഹം കിട്ടിയില്ല. 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചുപോയി, മാതൃസ്നേഹവും മുറിഞ്ഞുപോയി. വകതിരിവെത്തതിന് മുമ്പ് 6ാം വയസ്സിൽ ഉമ്മ മരിച്ചുപോയി, മാതൃസ്നേഹവും കിട്ടിയില്ല. പിന്നെ ഒരു നല്ല സ്നേഹം നൽകുന്ന വല്യാപ്പുണ്ടായിനി. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വല്യാപ്പി മരിച്ചുപോയി. പിന്നെ മൂത്താപ്പയാണ്. മൂത്താപ്പയൊന്നും ബാപ്പയാവില്ലല്ലോ, മൂത്താപ്പയാണ് പൊക്കി വളർത്തിയതും കല്യാണം കഴിച്ചു കൊടുത്തതും ഒക്കെ. ഈ നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും ഒക്കെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഭാര്യയായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എമ്പാടും കിട്ടി. അതിയാവുവോളം സ്നേഹവും കാരുണ്യവും. ആശ്വാസമായിരുന്നു, ഭാരമായില്ല ജീവിതത്തിന്, സന്തോഷമായിരുന്നു, ചടപ്പിച്ചില്ല ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിപ്പിച്ചപ്പോൾ സമാശ്വസിപ്പിക്കുന്ന ഭാര്യയായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ജനങ്ങൾ എന്നിൽ അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ചു. ആദർശപ്പൊരുത്തമുള്ള ഭാര്യ, അതൊക്കെ ഒരു ഭാഗ്യാട്ടോ. ആദർശപ്പൊരുത്തമുള്ള ഭാര്യ എന്നൊക്കെ പറഞ്ഞാല് ഈ സദസ്സിൽക്കൊക്കെ കുടുംബസമേതം പുറപ്പെട്ടപ്പോൾ ചിലർക്കെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടാവും. ചെമ്മാട് ക്ലാസ് ഉണ്ട്, നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വൈക്കോളി, നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം എന്ന് ചോദിച്ച് മാറിയുന്ന ഭാര്യയല്ലേ, നമുക്ക് ഉറപ്പ് തോന്നിയില്ലേ? പക്ഷെ ഇനി കിട്ടൂല, അവളെ ഇനി കിട്ടൂല. ഓൾക്ക് ആ രൂപത്തിലാണ്, ആദർശപ്പൊരുത്തല്ല. ഇതിലൊന്നും ഓൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ആദർശപ്പൊരുത്തുള്ള ഭാര്യ അതൊരു സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ആദർശപ്പൊരുത്തുള്ള ഭാര്യ നൂഹ് നബിക്ക് കിട്ടിയില്ല, ലൂത്ത് നബി അലൈഹി സ്വലാമിന് കിട്ടിയില്ല. ആദർശപ്പൊരുത്തുണ്ടായില്ല ഭാര്യമാർ, അതുകൊണ്ട് പ്രയാസമുണ്ടായി. പരലോകത്ത് സത്യനിഷേധിനികളുടെ കൂടെയാണ്. പ്രവാചകന്മാരുടെ ഭാര്യമാരായി എന്നതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടൂല എന്ന് ഖുർആൻ പറഞ്ഞു തരാം. സഹകരിക്കുന്ന ഭാര്യ, സഹായിക്കുന്ന ഭാര്യ. ജനങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി ബഹിഷ്കരിച്ചപ്പോൾ ഖദീജ എന്നെ സഹായിച്ചു. നബി തിരുമേനിയെ സഹായിച്ച ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളെ പെറ്റുപോറ്റി നൽകിയ ഭാര്യ. 6 മക്കളെ പെറ്റുപോറ്റിയത് ഖദീജ ബീവിയാണ്. ആ ഖദീജ ബീവി റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുകയാണ്. അതൊരു വിടവായിരുന്നു. അത് പോയി, മുതല് പോയി. സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, സമാശ്വസിപ്പിക്കാൻ, സാന്ത്വനപ്പെടുത്താൻ, സാമ്പത്തികമായും സഹായിക്കാൻ ഒക്കെ കഴിയുന്ന
ആ ഖദീജ ബീവി മരിച്ചുപോയി. ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ, ഖദീജ ഉള്ള കാലത്ത് റസൂൽ എങ്ങനെ ഓർക്കുകയാണ്, ഇത് മനസ്സിന്ന് മറയാഞ്ഞിട്ട്. അള്ളാന്റെ റസൂലിന്റെ മനസ്സിന്ന് ഖദീജ ബീവി മരിക്കുന്നില്ല. സഹോദരന്മാരെ, നന്നായി പെരുമാറിയാൽ ഈ അനുഭവം ഉണ്ടാവും. ഈ അനുഭവം ഉണ്ടാവും. നാട്ടിൽ നടന്നു നോക്കി നിങ്ങൾ ഒരുപാട് വിധവകളെ കാണാൻ സാധിക്കും. പ്രായമേറെ ചെന്നവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ മനസ്സ് കൊതിക്കുന്നത് അയാളിപ്പോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. നിങ്ങളൊന്ന് രോഗാവസ്ഥയോ ക്ഷേമാന്വേഷണമോ ഒക്കെ നടത്തി നോക്കിയവരോട് അവർ പറയും, ഇപ്പോ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, നല്ല താമസ സൗകര്യം ഭക്ഷണമൊക്കെ ഉണ്ട്, ചികിത്സയൊക്കെ ഉണ്ട്, ഒരു പ്രയാസമില്ല മൗലവി, എന്നാലും മൂപ്പര് കൂടെ ഇല്ലല്ലോ എന്നാണ്. ആരാ ഈ മൂപ്പര്? ഭർത്താവിനെ സംബന്ധിച്ചാ പറഞ്ഞത്. അപ്പം ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഭർത്താവിന്റെ സാന്നിധ്യം ഓർക്കുകയാണ്. പക്ഷേ അയാൾ പിരിഞ്ഞു പോയി. ഒരു ഭാര്യയ്ക്ക് ആരുണ്ടായാലും, ആങ്ങളമാരും മാതാപിതാക്കളും മക്കളും ഒക്കെ ഉണ്ടായാൽ പോലും ഭർത്താവൂല. അതൊന്ന് വേറെ തന്നെയായിരിക്കും നല്ല ഭർത്താവാണെങ്കിൽ. അപ്പോ നല്ല ഭർത്താവുക, നല്ല ഭാര്യയാവുക. നല്ല ഭർത്താവ് ഭാര്യയോട് നന്നായി പെരുമാറുന്ന ഭർത്താവ്, കരീം മാന്യൻ, നന്നായി പെരുമാറുന്നവൻ. ലഈം നീചൻ നികൃഷ്ടൻ, ഭാര്യയോട് മോശമായി പെരുമാറുന്നവൻ. അപ്പൊ നല്ല ഭാര്യയാവുക, നല്ല ഭർത്താവോ, നല്ല ഇണകളാവുക. ഭാര്യ ഭർത്താവ് എന്നുള്ളത് ക്ഷമിക്കണം, നല്ല ഇണകളാവുക, നല്ല ഇണകളാവുക. കുടുംബത്തിന് മാതൃകയാവുക. നമ്മുടെ ഈ നല്ല നടപ്പ്, ഈ നല്ല ജീവിതം, ഇത് കണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് നല്ല സംതൃപ്തി ഉണ്ടാകണം. കെട്ടിച്ചയച്ച് നന്നായി, തെരഞ്ഞെടുപ്പ് നന്നായി, പ്രയാസമാകരുത്. ഒരു മക്കളെ പോറ്റാനുള്ള പ്രയാസം, പിന്നെ കല്യാണം കഴിച്ചിട്ടും ഒരു പ്രയാസം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മക്കളുടെ കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകണം. പേരമക്കൾ വല്ലാത്ത ഇമ്പം നൽകുന്ന വിഭാഗമാണ് പേരക്കുട്ടികൾ. ഈ സംസാരിക്കുമ്പോ ഞാനിവിടെ വന്നപ്പോ സുഹൃത്ത് മമ്മൂട്ടി മുസ്ലിയാരോട് എന്റെ ആ സന്തോഷം പങ്കിട്ട്, ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ എന്റെ മകളും പേരക്കുട്ടികളും ഉംറ നിർവഹിക്കാൻ പോയത്. ഞാൻ ആ ചിത്രം കണ്ടു. പേരക്കുട്ടികൾ മമ്മൂട്ടി മുസ്ലിയാരുടെ മടിയിൽ ഇരിക്കുന്നത്, ആനന്ദം തോന്നിയ, സന്തോഷം നോക്കിയ, കുളിർമയേകിയ ചിത്രം. ഞാൻ പറഞ്ഞത്, നമ്മളുടെ മക്കളും പേരമക്കളും ഒക്കെ നമ്മോടൊപ്പം ആദർശത്തിലും നല്ല സ്വഭാവ ഗുണത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചിവിടെ നമുക്ക് മുമ്പേ പിരിഞ്ഞു പോയവർ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ആമീൻ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുണ്ട്, നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്, അവരൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ നമ്മുടെ കൂടെ ഇല്ല. വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോ, ഒരു അണ്ടർജി വരുമ്പോ നമ്മൾ പറയും, വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ. വാപ്പാന്റെ കൂടെ ഈദ്ഗാഹിലേക്ക് വാപ്പാന്റെ വിരൽത്തുമ്പ് പിടിച്ചു പോയ നല്ല കാലഘട്ടം, ഉമ്മയുടെ കൂടെ നോമ്പും പെരുന്നാളും ഒക്കെ ആഘോഷിച്ച നല്ല കാലഘട്ടം. ഇനി ഈ നോമ്പിന്, ഈ പെരുന്നാളിന് വാപ്പല്ല, ഉമ്മല്ല. ഇനി നമ്മുടെ കൂടെ ഈ ദുനിയാവിൽ ആ മുഖം ഇനി കാണാൻ നമുക്ക് അവസരമില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ പിരിഞ്ഞു പോയ ഭാര്യ ഭർത്താവിന് ചിലപ്പോ കണ്ട് പൂതി തീരുന്നതിന് മുമ്പ്, അനുഭവിച്ച് പൂതി തീരുന്നതിന് മുമ്പായിരിക്കും അവളുടെ വിയോഗം ഉണ്ടായത്. അല്ലെങ്കിൽ ഭർത്താവ് മധുവിധുവിന്റെ മണം മാറും മുമ്പ് ഭർത്താവ് പിരിഞ്ഞു പോയ വിധവയായ, വൈദവ്യത്തിന്റെ കയ്പ് നീര് കുടിച്ച ഭാര്യ, അയാളുടെ മനസ്സ് കൊതിക്കുന്നത് ഒരു നോക്ക് കൂടി അയാളെ കാണാൻ അവസരമുണ്ടായെങ്കിൽ എന്നാണ്. പക്ഷെ ഈ ദുനിയാവിൽ അവസരമില്ല. ഇതൊക്കെ എവിടുന്നാ നികത്താൻ സാധിക്കുക? ഓടിക്കളിക്കുന്ന പ്രായത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ അരുമ സന്താനങ്ങൾ എത്ര കാലം ഓർക്കുന്നറിയാം നിങ്ങൾ? ആ പ്രായത്തിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ പറയും, എന്റെ മോളുണ്ടായിരുന്നെങ്കിൽ, മോനുണ്ടായിരുന്നെങ്കിൽ എത്രയൊക്കെ ആകുമായിരുന്നല്ലോ. ആ മുഖം കാണാൻ നമുക്ക് എന്തൊരു കൊതിയുണ്ട്. പക്ഷെ ഈ ദുനിയാവിൽ അതിനൊരു സംവിധാനമില്ല. സഹോദരന്മാരെ, അള്ളാഹ് പറഞ്ഞ് സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് ചേർക്കും.
അതിനെന്ത് ചെയ്യണം? അവരും നമ്മളും നന്നായി ജീവിക്കണം. കുടുംബസമേതം നമ്മൾ നന്നായി ജീവിച്ചാൽ പാപ്പി അമ്മയും ഒക്കെ തർക്കടില്ല, നല്ലവരാ. നമ്മളും നല്ലവരാകുക, നമ്മുടെ മക്കളും നല്ലവരാകുക. എന്നാൽ അല്ലാഹു തആല സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കും. ദുനിയാവിൽ പല പോരായ്മകളും നികത്താൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ ഈ വിടവ് ഇത് നികത്താനാവാത്തതാണ്. ഇതിന് സ്വർഗം കിട്ടിയെങ്കിൽ മാത്രം, നമ്മുടെ പെറ്റുപോറ്റ ഉമ്മാന്റെ മുഖം ഇനി സ്വർഗം കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് കാണാൻ അവസരമുള്ളൂ. സ്വർഗത്തിൽ വെച്ച് മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ തുണക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ആദർശ കുടുംബമായി ജീവിച്ചു, തൗഹീദുള്ളവരായി ജീവിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ, അസ്ഹാബുൽ ബദരീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ ഒരുമിച്ച് ചേരാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ എമ്പാടും ബർക്കത്ത് പ്രദാനം ചെയ്യണമേ. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം. ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്ന പലരും വിദേശത്താണ്. ഈ സമ്മേളനം നടക്കുമ്പോൾ, ഈ ക്യാമ്പ് നടക്കുമ്പോൾ അവരുടെ ഉടല് ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സ് നമ്മോടൊപ്പമാണ്. പടച്ച റബ്ബേ, അവർക്ക് ജോലിയിലും ജീവിതത്തിലും നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ. പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ. ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ. പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ഫോൺ 0495 4020 371.